വെടിക്കെട്ട് നടപ്പുണ്ട്, നമുക്കൊന്ന് കാണാൻ പോകാമെന്ന് പറഞ്ഞു. വളരെ ശക്തമായിട്ട് എൻ്റെ കാലിൽ ആഞ്ഞു വെച്ചു. ആർക്കും എന്താ സംഭവിക്കുന്നതെന്ന് അറിയത്തില്ല. അപ്പൊ ഞാൻ വേദന കൊണ്ട് കിടന്ന് പൊളയുക. ഞാൻ ഉറക്കെ കരയാൻ തുടങ്ങി. കാല് അറ്റുപോയിട്ടുണ്ട്. ഒരു കാലില് അസ്ഥി മാത്രം. പിന്നെ കാലിന്റെ ഉപ്പൂറ്റി നേരെ ഓപ്പോസിറ്റ് തിരിഞ്ഞിരിക്കുന്നു. പെട്ടെന്ന് തന്നെ എന്നെ ആശുപത്രിയിലോട്ട് കൊണ്ടുവന്നു. ആദ്യത്തെ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞു. കാല് ഒരു തരത്തിലും അഡ്ജസ്റ്റ് ആകുന്നില്ല. ഒന്നും കൂടെ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. മോളിൽ നിന്ന് താഴത്തോട്ട് വീണ്ടും ഒന്നും കൂടെ ഓപ്പറേഷൻ ചെയ്തു. തൊണ്ടയിൽ തുളച്ച് ശ്വാസം നിന്നു. ഇനി അവന്റെ ശരീരത്ത് കത്തി വെക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇനി വെച്ചാൽ ചിലപ്പോൾ നമുക്ക് ജീവൻ തിരിച്ചു കിട്ടില്ല. ബോഡിയെങ്കിലും തിരിച്ചു കൊണ്ടുവരണം എന്നുള്ള ഇതിലാണ് അവിടുത്തെ മുഴുവൻ ചർച്ച വിഷയം. ഒരു വികലാംഗൻ എങ്ങനെ വൈദികനായി? ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഇത്രയും നേരം ഞാൻ നിങ്ങളുടെ സഹനത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ കേൾക്കുകയായിരുന്നു. ഞാൻ വലിയൊരു പ്രവചനം അല്ലെങ്കിൽ ഞാനൊരു വലിയ ഇത് ധ്യാനഗുരു ഒന്നുമല്ല, എങ്കിലും എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച ഈശോയെ നിങ്ങളോട് ഒന്ന് ഷെയർ ചെയ്യാനായിട്ട് ആണ് ആഗ്രഹിക്കുക. എൻ്റെ ജീവിതത്തിൽ ദൈവം അനുഗ്രഹിച്ചു തന്ന ചില സന്ദർഭങ്ങളും അനുഭവങ്ങളും ഒക്കെ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാനായിട്ടാണ് ആഗ്രഹിക്കുക. പ്രത്യേകിച്ച് പരിശുദ്ധ കുർബാനയിൽ ഉള്ള ആഴത്തിൽ ആഴപ്പെടുവാൻ ദൈവം സാധിച്ച ഒന്ന് രണ്ട് സംഭവങ്ങളാണ് ഞാൻ നിങ്ങളോടായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. പരിശുദ്ധ ബൈബിളിലൂടെ നമ്മൾ കണ്ണോടിച്ചാൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ബൈബിളിൽ അനുഗ്രഹം പ്രാപിച്ച എല്ലാ വ്യക്തികളും പരിശുദ്ധ ബലിപീഠത്തോട് ചേർന്ന് നിന്നവരാണ്. ബൈബിളിൽ അനുഗ്രഹം പ്രാപിച്ച എല്ലാ വ്യക്തികളും പരിശുദ്ധ ബലിപീഠത്തോട് ചേർന്ന് നിന്നവരാണ്. ബലിപീഠത്തിൽ കൂടുകൂട്ടിയവരാണ്, അല്ലെങ്കിൽ ബലിപീഠത്തിന്റെ തണലിൽ കിടന്നുറങ്ങിയവരാണ്. നമുക്കറിയാം ദൈവത്തിന്റെ വീക്ക്നെസ് അല്ലെങ്കിൽ ബലഹീനതയാണ് ബലി എന്നൊക്കെ നമുക്ക് പറയാം. ഇത് ശരിക്കും മനസ്സിലാക്കിയ ഒന്ന് രണ്ട് കഥാപാത്രങ്ങൾ നമുക്ക് പഴയ നിയമത്തിൽ കാണുവാനായിട്ട് സാധിക്കും. അബ്രാഹം, ഇസഹാക്ക്, യാക്കോബ്. ഇവരുടെയൊക്കെ ജീവിതത്തിലെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അവരെവിടെയൊക്കെ പോകുന്നുവോ അവിടെയെല്ലാം ദൈവത്തിന് വേണ്ടി ബലിപീഠം പണിയും, ബലി അർപ്പിക്കും. ദൈവം ആ ബലിയിൽ പ്രസാദിക്കും. നോഹ ആദ്യമായിട്ട് ജലപ്രളയമൊക്കെ കഴിഞ്ഞ് ബലി അർപ്പിക്കുമ്പോൾ ദൈവം ആ ബലിയിൽ പ്രസാദിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം മുതൽ ഒന്ന് കണ്ണോടിച്ചാൽ 33 വരെയുള്ള അധ്യായങ്ങൾ പല പല ഭാഗങ്ങളിൽ ഈ സംഭവങ്ങളൊക്കെ നമ്മൾ കാണുവാനായിട്ട് സാധിക്കും. ഇനി പുതിയ നിയമത്തിലോട്ട് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഈശോ നമ്മളെ പരിശുദ്ധ കുർബാനയെ കുറിച്ച് പഠിപ്പിക്കുന്ന വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിലാണ്. ഈശോ വീണ്ടും വീണ്ടും നമ്മളോട് പറയും, ജീവനുള്ള സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാകുന്നുവെന്ന്. അപ്പൊ നമ്മുടെയൊക്കെ വിശ്വാസത്തിലേക്ക് ആഴപ്പെടുവാനായിട്ട് എന്നെ സഹായിച്ച സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാനിപ്പോഴും ഇവിടെ ഒരു വൈദികനായിട്ട് ഇരിക്കുകയാണെങ്കിൽ അത് തമ്പുരാൻ തൊട്ട് എന്നെ അനുഗ്രഹിച്ച് വിളിച്ചുകൊണ്ടിരിക്കുക. പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ ജീവിതത്തിൽ പല പല സംഭവങ്ങളുടെ ഇതിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ തമ്പുരാൻ നമ്മളെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, ചില ഇതിനു വേണ്ടിയിട്ട്. ചില വേദനകൾ തരുമ്പോൾ ഇതെല്ലാം തമ്പുരാൻ നമ്മൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഞാൻ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ, ഞാൻ ജനിച്ച് വീഴുമ്പോൾ എൻ്റെ ശരിക്കും ഒരു വികലാംഗനാണ്. ഒരു വികലാംഗൻ എങ്ങനെ വൈദികനായി എന്ന് ചിന്തിക്കുമ്പോൾ എനിക്ക് വളരെ അത്ഭുതം തോന്നാറുണ്ട്. തമ്പുരാൻ തൊട്ട് അനുഗ്രഹിച്ചത് കൊണ്ടാണ്. പല പല ആളുകളിലൂടെ, വ്യക്തികളിലൂടെ എല്ലാം തമ്പുരാൻ നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുക, അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അല്ലെങ്കിൽ അവരൊക്കെ നമ്മളെ ഓരോരോ പാതയിലൂടെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ജനിച്ചു വീഴുമ്പോൾ എൻ്റെ വലത് കാല് മുട്ടിന്റെ മുകളിലോട്ട് ഒരു മടക്ക്, പിന്നെ കാലിന്റെ ഉപ്പൂറ്റി നേരെ ഓപ്പോസിറ്റ് തിരിഞ്ഞിരിക്കുന്നു. അതിന്റെ ഉള്ളിലോട്ട് വേറൊരു ഇതും കൂടി ആയിട്ടാണ് ഇത്രയായിട്ട് ഇരിക്കുന്നത്. ഇപ്പൊ എൻ്റെ വീട്ടിലെ ഞാനാണ് മൂത്ത പുത്രൻ. അപ്പോൾ ഭരണങ്ങാനത്ത് അമ്മ വീട്, അപ്പച്ചന്റെ വീട് അരുവിത്ര. അപ്പോൾ എന്നെ കൊണ്ടുപോകാത്ത ഹോസ്പിറ്റലുകളില്ല, കൊണ്ടാകാത്ത ദേവാലയങ്ങളില്ല. അന്നത്തെ എല്ലാ ഫേമസ് ആയിട്ടുള്ള ദേവാലയങ്ങളിലും കൊണ്ടുപോയി പ്രാർത്ഥിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ആദ്യത്തെ കടിഞ്ഞൂൽ പുത്രൻ ഇങ്ങനെ കാല് മടങ്ങിയിരിക്കുന്നു. കാണാൻ വരുന്നവരൊക്കെ ഇതിനെക്കുറിച്ച് കമന്റ് ഒക്കെ ചെയ്യുമ്പോൾ അമ്മയ്ക്ക് ഭയങ്കര വിഷമം. ഇതൊക്കെ അമ്മ ഇടയ്ക്ക് പറഞ്ഞു തന്ന സംഭവങ്ങളാണ്. അപ്പൊ ഇത് ഭയങ്കര വിഷമമായിട്ട് തോന്നിയിട്ടുണ്ട്. ഇപ്പൊ എന്നെ കൊണ്ടാകാത്ത സ്ഥലങ്ങളില്ല, കൊണ്ടാകാത്ത ഹോസ്പിറ്റലുകളില്ല, അപ്പൊ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അതിനുശേഷം ഒരിക്കൽ എനിക്ക് വളരെ തീവ്രമായിട്ടുള്ള പനിയാണ്. അപ്പോൾ ഈ ഭരണങ്ങാനത്ത് അമ്മ വീടെന്ന് പറഞ്ഞ അമ്മ എന്നെ അൽഫോൻസാമ്മയുടെ കല്ലറയെ കൊണ്ട് കിടത്തി പ്രാർത്ഥിച്ചു. അതിനുശേഷം തൊട്ട് താഴെയുള്ള മേരിയേരി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. മേരിയേരി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ എൻ്റെ കാല് ഇങ്ങനെ ഇരിക്കുന്നത് കണ്ട് അവിടുത്തെ ഒരു ഡോക്ടർ, പഴയ ഡോക്ടർ, 1980 ആ കാലഘട്ടങ്ങളിൽ ഉണ്ണിത്താൻ എന്ന് പറഞ്ഞ ഡോക്ടർ എൻ്റെ കാല് കണ്ടിരിക്കുന്ന അമ്മയോട് പറഞ്ഞു, കൊച്ചിന് 3 മാസം ആകുമ്പോൾ കൊച്ചിനെ ഇവിടെ കൊണ്ടുപോകാം, നമുക്ക് ഈ കാലിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. അങ്ങനെ 3 മാസം തികയുന്ന അന്ന് എൻ്റെ അമ്മ എന്നെയും കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് പോവുകയാണ്. ആശുപത്രിയിൽ ചെന്നു. ആദ്യം അൽഫോൻസാമ്മയുടെ കല്ലറയെ കൊണ്ട് പ്രാർത്ഥിച്ചു. അതിനുശേഷം ആശുപത്രിയിൽ കൊണ്ടുപോവുകയാണ്. ആശുപത്രിയിൽ ചെന്ന് ഡോക്ടർ 3 മാസം തികഞ്ഞ എൻ്റെ കാല് വലിച്ചു നീട്ടി പ്ലാസ്റ്റർ ഇട്ടു. നല്ല കട്ടിയുള്ള പ്ലാസ്റ്റർ ഇട്ടു.
പ്ലാസ്റ്റർ ഇട്ട് വീട്ടിലോട്ട് കൊണ്ടുവന്നു. വീട്ടിൽ കൊണ്ടുവന്നു അങ്ങ് കൊണ്ടുവന്നു. അപ്പോൾ ഈ നല്ല കനമാണ്. അപ്പൊ ആരും എടുക്കത്തില്ല. കാല് എടുത്തോണ്ട് നടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാലിന് നല്ല നല്ല വെയിറ്റ് ആയ കാരണം ഇങ്ങനെ കിടത്തുള്ളൂ. കട്ടിലേല് നിലത്ത് ഇങ്ങനെ കിടത്തിയിരിക്കുകയുള്ളൂ. അങ്ങനെ അങ്ങനെ കുറെ നാളുകൾ ഒരു 5-6 ഒരു വയസ്സൊക്കെ ആകാറായപ്പോഴത്തേക്കും ഈ മൂത്രവും ഇതുമൊക്കെ ഈ പ്ലാസ്റ്ററിന്റെ ഉള്ളിൽ പോയി കിടന്ന് ഈ കാല് മുഴുവൻ പഴുത്ത് വ്രണമായി. അപ്പൊ ഭയങ്കരമായിട്ട് ദുർഗന്ധം വരാൻ തുടങ്ങി കാലിന്റെ ഇടയിൽ നിന്ന്. അപ്പൊ പിന്നെ ആൾക്കാരൊക്കെ അടുത്തോട്ട് വരാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യം. അപ്പൊ അടുത്ത് വരുന്നില്ല, എടുക്കുന്നില്ല. അപ്പൊ എന്റെ അമ്മയുടെ അമ്മ അവിടെയുണ്ട്. അമ്മയുടെ അമ്മ തന്നെ പോയി ഒരു കത്രിക എടുത്തോണ്ട് വന്നു. പ്ലാസ്റ്റർ എല്ലാം വെട്ടിക്കളഞ്ഞു. പ്ലാസ്റ്റർ എല്ലാം വെട്ടിയിട്ട് എണ്ണയൊക്കെ തിരുമ്മിട്ട് പറഞ്ഞു, ഇനി കൊച്ചിന്റെ കാല് ഇങ്ങനെ തന്നെ ഇരുന്നാൽ മതി, ഇവിടുന്ന് നിങ്ങളെ എങ്ങും കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് അവിടുന്ന് ശേഷം എനിക്ക് 2 വയസ്സുള്ളപ്പോൾ, അപ്പൊ കാല് നൂർന്നിട്ടൊന്നുമില്ല. കാലിന്റെ കുറെ നൂർന്നു. അതായത് ഈ മുട്ടിന്റെ താഴത്തോട്ടുള്ള വളവ് ശരിയായി. പക്ഷെ എന്റെ ഉപ്പൂറ്റി നിലത്ത് എത്തത്തില്ല. കാലിന്റെ ഒരു വിരല് മാത്രമേ നീട്ടുള്ളൂ, കാലിന് നിലത്ത് കുത്തത്തുള്ളൂ. അപ്പോഴെന്നെ ഹൈ റേഞ്ചിലോട്ട്, പിന്നെ അപ്പൊ അവിടുത്തെ സ്ഥലങ്ങളെല്ലാം ഭരണങ്ങാനത്തുള്ള സ്ഥലങ്ങളെല്ലാം വിറ്റ് ഞങ്ങൾ ഹൈ റേഞ്ചിലോട്ട് കുടിയേറി പാർത്തു. അപ്പൊ ഹൈ റേഞ്ചിലോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തെ അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം അവിടെ അടുത്തൊന്നും സ്കൂളുകളില്ല എന്നുള്ളതാണ്. അപ്പൊ അടുത്തൊരു നഴ്സറി ഉണ്ട്. നഴ്സറിയിൽ നമ്മൾ ഒങ്ങി ഒങ്ങി പോകും. അപ്പോൾ നഴ്സറി പോയി പഠിക്കും. അതിനുശേഷം 1-ാം ക്ലാസ് ആയി കഴിയുമ്പോൾ അന്ന് ഒരു 6 കിലോമീറ്റർ അല്ലെങ്കിൽ 7 കിലോമീറ്റർ എങ്കിലും ദൂരം നടന്നു പോയാലാണ് സ്കൂളുള്ളത്. അന്ന് ബസ്സില്ല, മറ്റു വണ്ടികളൊന്നുമില്ല. അപ്പൊ എന്നെ അങ്ങനെ 1-ാം ക്ലാസ്സിൽ ചേരേണ്ട പ്രായമായപ്പോൾ അടുത്ത് അകലെ ഈ സ്കൂളിൽ, കഞ്ഞിക്കുഴി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു സ്കൂളിൽ കൊണ്ട് ചേർത്തു. അവിടെ ചെന്ന് ചേർത്തു. അപ്പോഴെനിക്ക് നടക്കത്തില്ല. അപ്പൊ ഒങ്ങിയാ പോകുന്നത്. അപ്പം കൊണ്ടുവിടാനുള്ള സമയമില്ല. വീട്ടിൽ 3-4 പശുക്കള്, വീട്ടിലെ സ്ഥലങ്ങളും കാര്യങ്ങളും ഇതെല്ലാം നോക്കണം. അപ്പൊ എടുത്തുകൊണ്ട് കൊണ്ടുവിട്ടിട്ട് തിരിച്ചു വരാനുള്ള സമയമില്ലാത്ത കാരണം തന്നെ പോകണം. അപ്പൊ ഒരു ദിവസം പോയിട്ടുണ്ടെങ്കിൽ 2 ദിവസം പോക്ക് നടക്കത്തില്ല. പിന്നെ ചില ദിവസങ്ങളിലൊന്നും ഞാൻ തിരിച്ച് വീട്ടിൽ നടന്നെത്തില്ല. അപ്പൊ ഞാൻ പിള്ളേരുടെ കൂടെ നടന്ന് സ്കൂളിൽ പോകും. തിരിച്ച് വരുന്ന സമയത്ത് ഈ എവിടെയെങ്കിലും റബ്ബർ തോട്ടത്തിൽ എവിടെയെങ്കിലും ഇങ്ങനെ തന്നെ അവിടെ ഇരിക്കും. എന്നിട്ട് വീട്ടിൽ കൂടെ വരുന്ന പിള്ളേരോട് പറയും, നിങ്ങൾ വീട്ടിൽ ചെന്ന് പറയണം എനിക്ക് കാലിന് വേദന, നടക്കാൻ പറ്റുന്നില്ല എന്ന് പറയണം. അപ്പൊ നമ്മൾ ഈ 4-5 വയസ്സുള്ള പയ്യൻ അവിടെ ഇരിക്കും. അപ്പൊ ഇരുട്ട് കൂട്ടി വീട്ടിൽ നിന്ന് പിന്നെ നടന്ന് അവിടെ വന്ന് എന്നെ എടുത്തുകൊണ്ട് വീട്ടിലോട്ട് വരുന്നു. അങ്ങനത്തെ സാഹചര്യമായിരുന്നു. അപ്പൊ അങ്ങനെ ആയി കഴിഞ്ഞപ്പോൾ അമ്മ ഇങ്ങനെ പല ദിവസങ്ങളിൽ ആവർത്തിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ എന്നെ 1-ാം ക്ലാസ്സിൽ വെച്ച് ഈ പ്രാർത്ഥന, സ്വർഗ്ഗസ്നായ പിതാവേ നന്മ പറഞ്ഞവരെയൊക്കെ, അപ്പൊ മോൻ അവിടെ ഇരിക്കുമ്പോൾ പേടി തോന്നുവാണെങ്കിൽ ഉടനെ ഈ സ്വർഗ്ഗസ്നായ പിതാവ് നന്മ പറഞ്ഞ മറിയം പ്രാർത്ഥനയൊക്കെ ചെല്ലിയ അവിടെ ഇരുന്നോ, ഞങ്ങൾ വീട്ടിൽ നിന്ന് വന്നെടുത്തോളാം. അപ്പൊ കറക്റ്റ് സ്ഥലത്ത് ഞാൻ പറഞ്ഞു വെക്കും, ഇന്ന സ്ഥലത്ത് ഇന്ന മരത്തിന്റെ ചുവട്ടിൽ ഞാൻ ഇരിപ്പുണ്ടെന്ന് കൂടെ വരുന്ന പിള്ളേരോട് പറഞ്ഞു വെക്കും. അവര് വീട്ടിൽ ചെന്ന് പറയും. അങ്ങനെ തിരിച്ചു വന്ന് എടുത്തോണ്ട് പോകും. അങ്ങനെ കുറെ നാളൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഏതാണ്ട് ക്രിസ്മസ് പരീക്ഷയുടെ അവസരമായി. അപ്പൊ പരീക്ഷ എഴുതാൻ പോകാൻ പറ്റുന്നില്ല. എനിക്ക് കാലിന് നല്ല വേദനയാണ്. അപ്പോഴെന്നെ അപ്പച്ചൻ എടുത്തുകൊണ്ട് സ്കൂളിൽ കൊണ്ട് വിട്ടിട്ട് തിരിച്ച് നടന്നു പോരാൻ പറഞ്ഞിട്ട് അപ്പച്ചൻ തിരിച്ചു പോന്നു. തിരിച്ചു വരുന്ന വഴിക്ക് ഒരു സിസ്റ്ററിനെ കണ്ടു അപ്പച്ചൻ. ദൈവദൂതനെ പോലെ തമ്പുരാൻ ഇടപെടുന്ന ഓരോരോ സാഹചര്യങ്ങളാണ്. ഒരു സിസ്റ്ററിനെ കണ്ടു. സിസ്റ്റർ അപ്പൊ ഇങ്ങനെ സംസാരിച്ചു. അപ്പൊ അപ്പച്ചനോട് ചോദിച്ചു, എവിടെ പോയതാണ്? അപ്പച്ചൻ പറഞ്ഞു, എന്റെ കൊച്ചിങ്ങനെ വികലാംഗനാണ്, അവനെ സ്കൂളിൽ എടുത്തുകൊണ്ട് കൊണ്ടുവിടാൻ വേണ്ടി ഞാൻ പോയതാണ്. തിരിച്ചവൻ ചിലപ്പം നടന്നു വരും, ഇല്ലെങ്കിൽ എവിടെയെങ്കിലും വന്നിരുന്നിട്ട് കൂട്ടുകാരോട് പറഞ്ഞു വിടും. അപ്പൊ ഞങ്ങൾ വന്നെടുത്ത് ഈ സാഹചര്യങ്ങളെല്ലാം അപ്പച്ചന് ഈ സിസ്റ്ററിനോട് പറഞ്ഞു. ഉടനെ സിസ്റ്റർ പറഞ്ഞു, ഞങ്ങൾ എറണാകുളത്ത് വികലാംഗർക്ക് വേണ്ടിയിട്ട് ഒരു സ്ഥാപനം തുടങ്ങിയിട്ടുണ്ട്, കൊച്ചിനെ അവിടെ കൊണ്ടേയാക്ക്, അറ്റ്ലീസ്റ്റ് അവന് എന്തെങ്കിലും പഠിച്ച് മുന്നോട്ട് പോകട്ടെ എന്ന് പറഞ്ഞു. അപ്പച്ചൻ ഉടനെ തന്നെ പിറ്റേ ദിവസം തന്നെ എറണാകുളത്ത് പോയി ഈ സ്ഥാപനത്തെ കുറിച്ച് കാര്യങ്ങളെല്ലാം പഠിച്ചു. തിരിച്ച് വന്നിട്ട് എന്നെ 1-ാം ക്ലാസ് അവസാന മാസങ്ങളിൽ, ഒരു ജനുവരി ഫെബ്രുവരി മാസമായപ്പോഴത്തേക്ക് എന്നെ അങ്ങോട്ട് തന്നെ മാറ്റുക. അപ്പൊ ഞാൻ അവിടെ ബോർഡിങ് കൊണ്ടുപോയിട്ട്, അപ്പൊ ഞങ്ങൾ കുറച്ച് പേരും അവിടെ, കുറച്ച് പിള്ളേരുണ്ട്, കുറച്ച് ബോയ്സ് ഉണ്ട്, വേറെ സെക്ഷനിൽ കുറച്ച് ഗേൾസ് ഉണ്ട്. അങ്ങനെ കുറച്ച് തുടങ്ങിയ സ്ഥാപനം, വികലാംഗരായിട്ടുള്ള കുറെ പേരുണ്ട്. അപ്പൊ അവിടെ കൊണ്ടുപോയാക്കി. അപ്പച്ചന്റെ തിരിച്ചു വരിക, അപ്പച്ചൻ എന്നെ അവിടെ കൊണ്ടുവിട്ടിട്ട് തിരിച്ചു വരുമ്പോൾ കണ്ണൊക്കെ നിറഞ്ഞു പോകുന്നതൊക്കെ നമുക്ക് കാണുന്നുണ്ട്. എങ്കിലും ഞാൻ സന്തോഷത്തോടെ അവിടെ തന്നെ ആയിരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനുശേഷം ഞാൻ 3-ാം ക്ലാസ്സിലോട്ട്, 1-ാം ക്ലാസ് കഴിഞ്ഞു, 2-ാം ക്ലാസ് കഴിഞ്ഞു. അപ്പൊ അവർക്ക് വണ്ടിയുണ്ട്. അപ്പൊ വണ്ടിയിൽ നമ്മളെ സ്കൂളിൽ കൊണ്ടുവിടും. സ്കൂളിൽ നിന്ന് തിരിച്ചു വരാൻ വണ്ടിയുണ്ട്. അപ്പൊ വലിയ ബുദ്ധിമുട്ടുകളില്ലാതെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ 3-ാം ക്ലാസ്സിൽ ഇരിക്കുന്ന തമ്പുരാന്റെ അടുത്ത ഒരു ഇടപെടൽ, അവിടെ 3-ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ഡോക്ടർ, AK ജോൺ എന്നും പറഞ്ഞ ഒരു ഡോക്ടർ ഇങ്ങനെ വികലാംഗർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒത്തിരിയേറെ സഹായിക്കുന്ന ഒരു ഡോക്ടറാണ്. ഡോക്ടർ വന്ന് എല്ലാ പിള്ളേരുടെയും കൈകളും കാലുകളും ഒക്കെ പരിശോധിക്കുകയാണ്. അപ്പൊ എന്റെ കാല് വന്ന് പരിശോധിച്ചിട്ട് പറഞ്ഞു, എത്രയും പെട്ടെന്ന് ഇവന്റെ കാല് ഓപ്പറേഷൻ ചെയ്യണം, ഈ കൊച്ചിന്റെ കാല് ശരിയാവുമെന്ന് പറഞ്ഞു. ഉടനെ തന്നെ എന്നെ അടുത്ത ദിവസം തന്നെ എറണാകുളത്ത് കൊച്ചിൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി. എന്നിട്ട് എന്റെ കാല്, വീട്ടിൽ നിന്ന് വരാനുള്ള സാവകാശം ഒന്നും കൊടുത്തില്ല. അതിനു മുമ്പ് തന്നെ കാല് ഓപ്പറേഷൻ ചെയ്തു, പ്ലാസ്റ്റർ ഇട്ട് അപ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് വന്നു. അങ്ങനെ ഇതെല്ലാം വന്ന് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു. അതിനുശേഷം എന്റെ കാലിന് പ്ലാസ്റ്റർ ഒക്കെ വെട്ടി കഴിഞ്ഞപ്പോൾ ഒരു തരത്തിലുള്ള ഷൂ,
കാലിപ്പേഴ്സ് എന്ന് പറഞ്ഞ കമ്പിയുള്ള ഒരു ഷൂ, അര വരെയുള്ള ഒരു ഷൂ ഇടാൻ പറഞ്ഞു തന്നു. അപ്പൊ ഞാൻ ശരിക്കും ആ ഒരു ഷൂ ഇട്ടു. അത് ഇട്ടുകൊണ്ട് അത് നമ്മൾ കിടക്കാൻ നേരം മാത്രമേ അത് അഴിക്കുള്ളൂ. അത് മുഴുവൻ സമയം അത് ഇട്ടുകൊണ്ടാണ് നടക്കുന്നത്. അപ്പൊ ഇങ്ങനെ അതിപ്പോ എങ്ങനെ ഷൂ എന്ന് പറഞ്ഞാൽ ആകാശദൂത് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും കൊച്ചിന്റെ കാലിൽ ഒരു ഷൂ ഇട്ട് നടക്കുന്ന അതേപോലെയാണ് ഞാൻ നടന്നുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു 7ാം ക്ലാസ് ആയി കഴിഞ്ഞപ്പോൾ ഡോക്ടർ അരയ്ക്കുന്ന ഉള്ള ഭാഗം മാറ്റി മുട്ടിന്റെ താഴത്തേക്കുള്ള ഭാഗത്തോടെ അങ്ങ് മുറിച്ച് ഉള്ള ഷൂ ആക്കി, മുട്ടിന്റെ താഴത്തോട്ടുള്ള കമ്പിയുള്ള ഷൂ ആക്കി. അങ്ങനെ 10ാം ക്ലാസ് ആയി. 10ാം ക്ലാസ് ആയി കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു ഇനി ഷൂവിന്റെ ആവശ്യമില്ല, നോർമലായിട്ട് നടന്നാൽ മതി എന്ന് പറഞ്ഞ് 10ാം ക്ലാസ് ആയപ്പോൾ ഷൂ എല്ലാം മാറ്റി. അപ്പോഴത്തേക്ക് എന്റെ കാല് നന്നായിട്ട് നടക്കാൻ പറ്റുന്ന ഒരു വിധത്തിൽ നോർമലായി. അപ്പോൾ എനിക്ക് ഒരു അച്ഛനാകണം എന്നുള്ള ഒരു ആഗ്രഹം എനിക്ക് ഒരിക്കലും ഉണ്ടായിട്ടില്ല. എന്റെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു ഡോക്ടർ ആകണമെന്നായിരുന്നു. അപ്പൊ ഞാൻ അവിടെയുള്ള സിസ്റ്റേഴ്സിനോടും അല്ല അച്ഛന്മാരോടൊക്കെ ഞാൻ പറയും എനിക്കൊരു ഡോക്ടർ ആകണം. അപ്പൊ അവരെനിക്ക് മാക്സിമം സപ്പോർട്ടായിരുന്നു. അത്യാവശ്യം പഠിക്കാനുള്ള നന്നായിട്ട് പഠിക്കുമായിരുന്നു ആ സമയത്തൊക്കെ. സ്കൂളിലൊക്കെ അത്യാവശ്യം നന്നായിട്ട് പഠിക്കും. അപ്പൊ എനിക്ക് മാക്സിമം സപ്പോർട്ടാണ്. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഡയറക്ടേഴ്സിനോട് ഞാൻ പറഞ്ഞു എനിക്ക് ഡോക്ടർ ആകണം. അപ്പൊ അതനുസരിച്ച് അവരെനിക്ക് കോളേജിൽ അഡ്മിഷൻ വരെ എടുത്തു. സെക്കൻഡ് ഗ്രൂപ്പിന് വേണ്ടിയിട്ട് അഡ്മിഷൻ ഒക്കെ എടുത്തു. PDC എന്നത്തെ സെക്കൻഡ് ഗ്രൂപ്പിൽ അഡ്മിഷൻ വരെ തയ്യാറാക്കി വെച്ചു. അതിനുശേഷം വീട്ടിലൊക്കെ വന്നു കഴിഞ്ഞ് ഞാൻ ഒരു ധ്യാനം കൂടാൻ വേണ്ടി പോയി. അതിനു മുമ്പ് ഒരു സംഭവം നടന്നിട്ടുണ്ട് എന്നാന്ന് ചോദിച്ചാൽ ആ സമയത്താണ് നമ്മുടെ അസിസിയുടെ റിലിക്സ് ആയിട്ട് കേരളത്തിലോട്ട് വരുന്നത്. അന്ന് എനിക്ക് ഈ ആലുവയിലുള്ള ഒരു ആശ്രമത്തില് ഈ ഫ്രാൻസിസിയുടെ ആ രൂപത്തില് മാല അർപ്പിക്കാനുള്ള ചാൻസ് എനിക്കാണ് കിട്ടിയത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ ബ്രദേഴ്സിനെ എല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ആഗ്രഹം, എനിക്കും ഇതുപോലെ ഒരു ബ്രദർ ആകണമെന്നൊരു ആഗ്രഹം. അങ്ങനെ ഞാൻ അത് വെക്കേഷൻ SLC കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു എനിക്ക് സെമിനാരി പോകണമെന്ന് ആഗ്രഹമുണ്ട്, ഞാൻ സെമിനാരി പോവാന്ന് പറഞ്ഞു. അപ്പൊ അമ്മ പറഞ്ഞു നീ വികലാംഗനാണ്, നിന്നെ സെമിനാരിൽ എടുക്കില്ല, അതുകൊണ്ട് നീ അതിനെക്കുറിച്ച് ചിന്തിക്കണ്ട എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എൻ്റെ വികാരിയച്ഛൻ്റെ അടുത്ത് ചെന്നു. വികാരിയച്ഛനോട് ഞാൻ പറഞ്ഞു അച്ഛാ എനിക്ക് സെമിനാരി പോകണമെന്നാണ് ആഗ്രഹം. അതിനുശേഷം അപ്പൊ അച്ഛൻ പറഞ്ഞു അതിനെന്നാ നിന്നെ എടുത്തോളൂ, നിനക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പിറ്റേ ദിവസം ആ ബലത്തിൽ പിറ്റേ ദിവസം അമ്മേനെയും കൂട്ടിക്കൊണ്ട് വികാരിയച്ഛൻ്റെ അടുത്ത് വന്നു. അപ്പൊ അമ്മയോട് വികാരിയച്ഛൻ പറഞ്ഞു തമ്പുരാന്റെ ഹിതം അതാണെങ്കിൽ അത് തന്നെ നടക്കും, അവൻ സെമിനാരി പൊക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യം ഞാൻ ലെറ്റർ എഴുതുന്നത് ഈ ഭരണങ്ങാനത്തുള്ള ദീപ്തി ഭവനിൽ ദീപ്തിയിലോട്ട് ആണ് ലെറ്റർ എഴുതുന്നത്. അങ്ങോട്ട് ലെറ്റർ എഴുതി ഞാനൊരു വികലാംഗനാണ്, ഓപ്പറേഷൻ ചെയ്ത് കാല് നേരെയായി, ഇപ്പൊ എൻ്റെ കാലിന് കുഴപ്പമൊന്നുമില്ല, എനിക്ക് സെമിനാരി ചേരണം എന്ന് ആഗ്രഹമുണ്ടെന്നൊക്കെ പറഞ്ഞ് ലെറ്റർ എഴുതി. എനിക്ക് ഉടനെ തന്നെ റിപ്ലൈ, 2 ദിവസത്തിനുള്ളിൽ തന്നെ ഒരു റിപ്ലൈയും കിട്ടി, ഒരു കാർഡ് കിട്ടി, സെമിനാരി ചേരാൻ ഇന്ന ദിവസം ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് ദീപ്തി ഭവനിൽ വരണമെന്നൊക്കെ പറഞ്ഞു. ഞാൻ അന്നേ ദിവസം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഞാൻ നോക്കിയപ്പോൾ അവിടെ ഒത്തിരി പിള്ളേർ, ഒരു 10-100 പിള്ളേരെങ്കിലും ഉണ്ട് ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട്. എല്ലാവർക്കും ഇംഗ്ലീഷ് ബൈബിൾ വായിപ്പിക്കുന്നു, ഹിന്ദി ബൈബിൾ വായിക്കാൻ കൊടുക്കുന്നു, മലയാളം ബൈബിൾ വായിപ്പിക്കുന്നു. എല്ലാവരും എൻ്റെ ഇന്റർവ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ ഈ ലെറ്റർ എല്ലാം എടുത്ത് നോക്കിയിട്ട് എന്നോട് പറഞ്ഞു ആ ഹോളിൽ കൂടെ ഒരു 3 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ പറഞ്ഞു. ഞാൻ 3 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. അവരുടെ കാല് ശരിക്കും ഒബ്സർവ് ചെയ്തിട്ട് പറഞ്ഞു ഇത് കുഴപ്പമൊന്നുമില്ലല്ലോ, നിനക്ക് സെമിനാരി ചേരാൻ കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ എൻ്റെ ഇന്റർവ്യൂ കഴിഞ്ഞു. എന്നോട് പറഞ്ഞു റിസൾട്ട് അറിഞ്ഞിട്ട് സെമിനാരി ഒന്നും കൂടെ വരാൻ പറഞ്ഞു. അപ്പൊ ഞാൻ റിസൾട്ട് അറിഞ്ഞ അന്ന് തന്നെ വീണ്ടും ചെന്നു, അമ്മയും കൂട്ടിക്കൊണ്ട് ചെന്ന്. അപ്പോഴാണ് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പൊ അവർ MST എന്നോട് പറഞ്ഞു നമുക്ക് 3 റീജൻ ആണുള്ളത്, ഉജ്ജയിൻ, സാംഗ്ലി ആൻഡ് മാണ്ഡ്യ. ഈ റീജൻ ആണുള്ളത്, ഇവിടെയാണ് MSTയിൽ ഇതൊക്കെ വർക്ക് ചെയ്യുന്നത്. ഇവരിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ടെല്ലാം പറഞ്ഞു. അതിനുശേഷം ഉജ്ജയിന്റെ കാര്യം പറഞ്ഞിട്ട് പറഞ്ഞു ഇപ്പൊ ഉജ്ജയിന് വേണ്ടിയിട്ടും പിള്ളേരെ എടുക്കുന്നുണ്ട്, ഉജ്ജയിൻ ഇങ്ങനെ പോകുമ്പോൾ 3 ദിവസത്തെ ട്രെയിനിൽ യാത്ര ചെയ്ത് അവരങ്ങനെയാണ് പോകുന്നത് എന്നെല്ലാം പറഞ്ഞു. അപ്പൊ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ട്രെയിനിൽ കയറണം. എൻ്റെ ആഗ്രഹം ഞാൻ അച്ഛനോട് പറഞ്ഞു എനിക്ക് ഉജ്ജയിന് പോയാൽ മതി എന്ന് പറഞ്ഞു. എങ്ങനെയായാലും എനിക്കൊന്ന് ട്രെയിനിൽ കയറണം. ഞാൻ അതുവരെ ട്രെയിൻ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതുവരെ ഒന്നും കയറിയിട്ടില്ല അതിൻ്റെ അകത്ത്. അപ്പൊ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ട്രെയിനിൽ കയറണമെന്നാണ്. അപ്പൊ ഞാൻ ട്രെയിനിൽ കയറണം എന്നുള്ള വലിയ ആഗ്രഹത്തോടു കൂടി ഞാൻ പറഞ്ഞു. എനിക്ക് അമ്മ എൻ്റെ അടുത്തിരുന്ന് എന്നെ വഴക്ക് പറയുന്നുണ്ട്, കായലും കാലിലൊക്കെ തട്ടുന്നുണ്ട്, നീ ഇവിടെ നിന്നാൽ മതി, നീ എന്തിനാ അങ്ങോട്ട് പോകുന്നത് എന്നൊക്കെ അമ്മ ഉള്ളിലും പറയുന്നുണ്ട്. എനിക്ക് തട്ടുന്നു, എനിക്ക് അമ്മയുടെ ഫേസ് എനിക്ക് ശരിക്കും വായിക്കാനും പറ്റുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് എങ്ങനെയാണെങ്കിലും ഉജ്ജയിന് പോയാൽ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളില് എന്താന്ന് അറിയില്ല, എനിക്ക് ട്രെയിനിൽ കയറണം. അപ്പൊ അച്ഛൻ എന്നെ നിരുത്സാഹപ്പെടുത്തുന്നുണ്ട്. അച്ഛൻ പറയുന്നുണ്ട് നമുക്ക് 3 വർഷം കഴിയുമ്പോൾ ഞങ്ങൾ 4ാമത്തെ വർഷം അല്ലെങ്കിൽ 5ാമത്തെ വർഷം നീ ഉജ്ജയിനിലോട്ട് പോകുന്നുണ്ട്, അന്നേരം പോയാൽ മതി. അല്ല ഞാൻ പറഞ്ഞു അല്ലാതെ എനിക്ക് ഇപ്പൊ തന്നെ ഉജ്ജയിന് പോകണമെന്നുള്ള ഇതിലായി. അപ്പൊ എനിക്ക് മിഷൻ പ്രവർത്തനം എന്നാണ് ഇതൊന്നും അറിയത്തില്ല, എങ്കിലും ഞാൻ പറഞ്ഞു എനിക്ക് ഉജ്ജയിന് പോയാൽ മതി, ഒരു മിഷണറി ആയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് ഉജ്ജയിനിലോട്ട് വന്നു. ഉജ്ജയിനിൽ വന്ന് ഞാൻ ഇവിടെ തുടങ്ങി. ആദ്യം കുഴപ്പമില്ലാതെ പോയി. പക്ഷെ ഈ തണുപ്പ് കാലം ആയി കഴിഞ്ഞാൽ ഒരു തരത്തിലും എൻ്റെ കാല് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. വേദനയോ വേദന.
തണുപ്പ് കാലം തുടങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര വേദന. എന്നാലും ഞാൻ വേദന സഹിച്ച് പറഞ്ഞു വിടൂല്ലോ എന്നുള്ളൊരു പേടിയിൽ കളിക്കാൻ പോകുന്നു. ആരോടും പറയാതെ കളിക്കാൻ പോകുന്നു. ബാക്കി എല്ലാ കാര്യങ്ങൾക്കും പോകും. പക്ഷെ എനിക്ക് എന്റെ കാൽ ഒരു തരത്തിലും അഡ്ജസ്റ്റ് ആവുന്നില്ല തണുപ്പ് കാലം. അങ്ങനെ ഫസ്റ്റ് ഇയർ കഴിഞ്ഞു. സെക്കൻഡ് ഇയർ ഇതുപോലെ തന്നെ. ഒരു തണുപ്പ് കാലം ആയി കഴിഞ്ഞാൽ എൻ്റെ ഒരു നവംബർ തൊട്ട് ഒരു ഫെബ്രുവരി മാർച്ച് മാസം വരെ എൻ്റെ കാലിന് വേദന എന്ന് പറഞ്ഞ വേദന. തണുപ്പ് കൊണ്ട് ഭയങ്കരമായിട്ട് വേദന. പിന്നെ ഞാൻ തേർഡ് ഇയർ ആയി. +2 സമയമായി. +2 സമയമായി കഴിഞ്ഞപ്പോൾ ഞാൻ തീരുമാനിച്ചു, ഡിസംബർ ജനുവരി സമയമായി. കാലിന് ഇതുപോലെ തന്നെ വേദന, ഭയങ്കര വേദന. ഞാൻ വിചാരിച്ചു എനിക്ക് ദൈവവിളി ഇല്ല. ഞാൻ ചെന്ന റെട്ടസിന്റെ അടുത്ത് എന്ന് പറഞ്ഞു, അച്ഛാ ഞാൻ സെമിനാരിയിൽ നിന്ന് പോവുക, എനിക്ക് ദൈവവിളി ഇല്ല. കാരണം ഞാൻ 3 വർഷമായിട്ട് ഇത് അനുഭവിക്കുക. എൻ്റെ കാൽ ഒരു തരത്തിലും അഡ്ജസ്റ്റ് ആകുന്നില്ല. 3 വർഷമായിട്ട് എൻ്റെ കാലിന് വേദനയാന്ന് പറഞ്ഞു. അപ്പം റെക്ടസൻ എന്നെ വിളിച്ച് ആശ്വസിപ്പിച്ച് കുറെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. എന്നിട്ട് റെക്ടസൻ തന്നെ എന്നെ വിളിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞു, നീ പരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ പോയിരുന്ന് പ്രാർത്ഥിച്ചോളാം. ഞാൻ പരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ പോയിരുന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുക. എനിക്ക് എന്തെങ്കിലും ഒരു സൈൻ കിട്ടണം. ഒന്നെങ്കിൽ എൻ്റെ കാലിന്റെ വേദന പോകണം, അല്ലെങ്കിൽ എൻ്റെ ദൈവവിളി ഇതല്ലെന്നുള്ളത് തിരിച്ചറിയണം. അപ്പൊ ഞാൻ പരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ നിന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കും. മുട്ടുകുത്തി നിന്ന് അവിടുന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കാം. ഉടനെ അച്ഛൻ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഇടയ്ക്ക് അച്ഛൻ കയറി വന്നു. ഭക്ഷണത്തിന് കൊണ്ടുപോയിട്ട് എന്നെ തിരിച്ചെന്നോട് പറഞ്ഞു, നീ പോയി കടന്നോളാൻ പറഞ്ഞു. റെസ്റ്റ് എടുത്തോ, ഞാൻ പറഞ്ഞിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു. കാലൊക്കെ നന്നായിട്ട് മൂടി വെച്ച് അവിടെ കിടന്നോളാൻ പറഞ്ഞു. ഞാൻ എന്നിട്ട് നല്ല ഇതൊക്കെ ഇട്ട് പുതപ്പൊക്കെ ഇട്ട് മൂടി, അച്ഛനിടയ്ക്ക് വന്നു മൂടി പൊതിച്ച് ഞാൻ റെസ്റ്റ് എടുക്കുന്നുണ്ട്. അങ്ങനെ ആദ്യ ദിവസം കഴിഞ്ഞു, 2-ാമത്തെ ദിവസം കഴിഞ്ഞു, 3-ാമത്തെ ദിവസം കഴിഞ്ഞു. എനിക്ക് അന്ന് പതുക്കെ ആ വേദന അങ്ങ് മാറിയിട്ട് ഒരു 3-4 ദിവസം കൊണ്ട് എൻ്റെ കാലിന്റെ വേദന കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് മാറി. അതിനുശേഷം ഇതുവരെയും ആ കാലിന് വേദന വന്നിട്ടില്ല. ഇപ്പൊ ഞാൻ എത്ര തണുപ്പായാൽ പോലും കാലയിലെ സോക്സോ ഇതോ ഒന്നും ഇടാറില്ല. ഒരു ഷൂ ഇടാറില്ല, സോക്സ് ഇടാറില്ല, കാല് അങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാറില്ല, ഒന്നുമില്ല. ആ വേദന പോയി. ആ വേദന ഇതുവരെയും ഈ നിമിഷം വരെയും എനിക്ക് തിരിച്ചു വന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ആ പരിശുദ്ധ ദിവ്യകാരുണ്യത്തിന്റെ ആ വലിയ ശക്തി ഏറ്റവും കൂടുതൽ അനുഭവിച്ച, എൻ്റെ ദൈവവിളി തിരിച്ചറിയാൻ സഹായിച്ച ഒരു സംഭവമായിരുന്നു ഈ സംഭവം എന്ന് പറയുന്നത്. അങ്ങനെ മനുഷ്യനാരി കാലഘട്ടങ്ങളിൽ അങ്ങനെ നന്നായിട്ട് അതങ്ങ് കഴിഞ്ഞു. അതിനുശേഷം ഞങ്ങളുടെ ബാച്ചിൽ ഒത്തിരി പേരുണ്ട്, 11 പേരുണ്ട്. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടെ ഉജ്ജയിനിൽ ഞങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയില്ല. അപ്പൊ ഞങ്ങളെ പല പല സെമിനാരികളിലോട്ടാണ് ഇതിനു വേണ്ടിയിട്ട് വിടുന്നത്, നമുക്ക് ഫോർമേഷന് വേണ്ടിയിട്ട് വിട്ടത്. അപ്പൊ എനിക്ക് കിട്ടിയ ചാൻസ്, ഞാൻ വടവാതൂര് സെമിനാരിലായിരുന്നു. അവിടെ ചെന്ന് നല്ല ഭംഗിയായിട്ട് കുറെ നാളുകൾ പോയി. ഒരു ഡിസംബർ ജനുവരി മാസമായി കഴിഞ്ഞപ്പോൾ വീണ്ടും എനിക്ക് ഒരു ദിവസം ഞാൻ എൻ്റെ നമ്മൾ ഇച്ചിരി കരോട്ടയുടെ ഒക്കെ പ്രാക്ടീസ് എടുക്കുന്ന ബ്രദേഴ്സിന്റെ കൂടെ ചെന്ന് ഞാനും ഇച്ചിരി പ്രാക്ടീസ് എടുത്തു. അന്ന് എനിക്ക് വയറിന് ഒരു ചെറിയ വേദന പോലെ തോന്നി. ഞാൻ എൻ്റെ കൂടെ ഉള്ളൊരു കമ്പാനിയനുണ്ട്, അവനോട് ഞാൻ പറഞ്ഞു, എടാ എനിക്ക് വയറിന് നല്ല വേദനയുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടെ, അവൻ ചെന്ന് അച്ഛനോട് പറഞ്ഞു, രാവിലെ തന്നെ എന്നെ അന്ന് വൈകിട്ട് എന്നെ ആശുപത്രിയിലോട്ട് കൊണ്ടുപോയി ചെക്ക് ചെയ്തു. ഡോക്ടർ വന്ന് നോക്കിയിട്ട് പറഞ്ഞു, വയറിന്റെ അത് അപ്പൻഡിക്സ് ആണ്, എത്രയും പെട്ടെന്ന് ഒന്നും കൂടെ ഒരു ഓപ്പറേഷൻ ചെയ്താലേ ശരിയാവുള്ളൂ എന്ന് പറഞ്ഞു. ഇത് 24 മണിക്കൂറിനുള്ളിൽ ഓപ്പറേഷൻ ചെയ്യണമെന്ന്. അപ്പൊ ഞാൻ അവനോട് പറഞ്ഞു, എടാ നീ റെക്ടസിനോ അങ്ങോട്ട് സെമിനാരിലോട്ടൊന്ന് വിളിച്ചിട്ട് ഇവിടെ ഒരു സൈൻ ഇട്ട് കൊടുത്തു. അവൻ ഉടനെ സെമിനാരിലോട്ട് ഫോൺ പോയി വിളിച്ചു പറഞ്ഞിട്ട് സൈൻ ഇട്ട് കൊടുത്തു. അങ്ങനെ ഓപ്പറേഷൻ ചെയ്തു എന്നെ കൊണ്ടുവന്നു. ആ ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് അന്ന് വൈകിട്ട് തൊട്ട് ഭയങ്കര ബ്ലീഡിങ്, അതായത് ഈ കീഹോൾ സർജറി ആയിരുന്നു. അപ്പൊ 3 തുളയുണ്ട്, അതിൻ്റെ അകത്തുനിന്ന് പുറത്തോട്ട് ബ്ലഡ് വരുന്നുണ്ട്, നന്നായിട്ട് ബ്ലീഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടെ കുറെ നേഴ്സുമാർ കുറെ കോട്ടം കൊണ്ടുവെക്കുന്നു, അത് മുഴുവൻ ബ്ലഡിൽ കുളിക്കുന്നു. അങ്ങനെ ഇത് ഭയങ്കരമായിട്ട് ബ്ലീഡിങ് ഉണ്ട്. പിന്നെ എനിക്ക് നല്ല ഒമിറ്റിങ്ങാ, രാത്രി മുഴുവൻ നല്ല ഒമിറ്റിങ്ങാ. വെളുക്കാറായപ്പോഴത്തേക്ക് എൻ്റെ ശരീരത്തിൽ നിന്ന് കുറെ ബ്ലഡ് എല്ലാം പോയിട്ട് ഞാൻ ആകെ ടയേർഡായി. ഉടനെ നേഴ്സുമാരും സിസ്റ്റേഴ്സ് എല്ലാവരും കൂടി ഡോക്ടറിനെ വീണ്ടും വിളിച്ചു വരുത്തി. ഇവരെല്ലാവരും കൂടെ നോക്കിയിട്ട് ടെസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞു, ഒന്നും കൂടെ ഓപ്പറേഷൻ ചെയ്താൽ അതിൻ്റെ അകത്തെ സ്റ്റിച്ച് വിട്ടുപോയതാണെന്ന് പറഞ്ഞു. പിന്നെ രാവിലെ തന്നെ വീണ്ടും കയറ്റി വയറ് ഒന്നും കൂടെ കീറി ഓപ്പറേഷൻ ചെയ്തു. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് എന്നെ ഡിസ്ചാർജ് ചെയ്ത് സെമിനാരിലോട്ട് വിട്ടു. സെമിനാരിൽ ചെന്ന് ബ്രദേഴ്സ്, അന്ന് എനിക്ക് ഭയങ്കര വയറുവേദനയുണ്ട്, എന്നാലും കുഴപ്പമില്ല. വൈകുന്നേരങ്ങളിൽ എല്ലാ ബ്രദേഴ്സും അടുത്ത് വന്നു, എല്ലാവരും കൂടെ നിർബന്ധിച്ച്, എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, അതുപോലെ വേദനയുണ്ട്. ബ്രദേഴ്സ് എല്ലാവരും കൂടെ വന്ന് നിർബന്ധിച്ച് ഒരു ഗ്ലാസ് പാല് കുടിപ്പിച്ചു. അത് കഴിഞ്ഞ ശേഷം രാത്രി ഒരു 12 മണി ആയി കഴിഞ്ഞപ്പോൾ എനിക്ക് നിൽക്കാൻ പറ്റാത്ത പോലെ വേദന. ഈ പാല് കുടിച്ചതിന്റെ ഗ്യാസും ഇതും എല്ലാം കൂടി വയറിനെ ഭയങ്കര വേദന. അത് അപ്പൊ നമ്മളൊന്ന് കരഞ്ഞാന്ന് ഡോർമെട്രി സിസ്റ്റം. അപ്പൊ നമ്മൾ ഒരു ഇച്ചിരി സൗണ്ട് കേട്ടിയ ബാക്കി ബ്രദേഴ്സ് എല്ലാവരും ഞെട്ടി വെക്കും. അതുകൊണ്ട് ഞാനൊന്നും മിണ്ടാതെ പിടിച്ച് ഇങ്ങനെ കിടക്കും, ആരും ബുദ്ധിമുട്ടിക്കണ്ട എന്നുള്ള ഇതിൽ പിടിച്ച് കിടക്കും. ഒരു 3 മണി കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ
വേദന സഹിക്കാൻ പറ്റാത്ത പോലെ ഞാൻ ഉറക്കെ കരയാൻ തുടങ്ങി. എല്ലാ പ്രദേശവും പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് വന്നു. അപ്പം ഞാൻ വേദന കൊണ്ട് കിടന്ന് പൊളയുക. പെട്ടെന്ന് തന്നെ എന്നെ ആശുപത്രിയിലോട്ട് കൊണ്ടുവന്നു. ആശുപത്രി കൊണ്ടുവന്നു കഴിഞ്ഞിട്ട് വീണ്ടും അവർ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു, വീണ്ടും സ്റ്റിച്ച് വിട്ടുപോയി, ഒന്നും കൂടെ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും ഒന്നും കൂടെ വയറ് ഓപ്പറേഷൻ ചെയ്യുകയാണ്. അങ്ങനെ വീണ്ടും ICU കിടക്കുകയാണ്. ICU കിടന്ന് 2 ദിവസം കഴിഞ്ഞു. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഡോക്ടേഴ്സ് ഇനി എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കാൻ പറഞ്ഞു. കഴിക്കാൻ വേണ്ടിയിട്ട് എനിക്കൊരു ആപ്പിളിന്റെ ഒരു പീസ് കഴിച്ചതേ ഉള്ളൂ. എൻ്റെ വയറ് ഭയങ്കരമായിട്ട് ഇങ്ങനെ വീർത്ത് ഇങ്ങോട്ട് വന്നു. ഭയങ്കരമായിട്ട് ഇങ്ങനെ വീർത്ത് വന്നിട്ട് ഇപ്പം ഡോക്ടേഴ്സ് എല്ലാവരും ആർക്കും എന്താ സംഭവിക്കുന്നതെന്ന് അറിയത്തില്ല. ഉടനെ റെറ്റത്തിനും എല്ലാവരും വന്നു, സെമിനാരിയിൽ നിന്ന് അച്ഛന്മാരെല്ലാം വന്നു, അറിയാവുന്ന ഡോക്ടേഴ്സിനെ എല്ലാവരെയും വിളിച്ചു വരുത്തി. എല്ലാവരും കൂടെ കൂടി ആലോചിച്ചിട്ട് പറഞ്ഞു, നമുക്ക് ഒന്നും കൂടെ ഓപ്പറേഷൻ ചെയ്യാം എന്നുള്ള തീരുമാനത്തിലെത്തി. അങ്ങനെ വയറ് മുകളിൽ നിന്ന് താഴത്തോട്ട് വീണ്ടും ഒന്നും കൂടെ ഓപ്പറേഷൻ ചെയ്തു. അങ്ങനെ ഓപ്പറേഷൻ ചെയ്ത് അന്നേരമാണ് കണ്ടുപിടിച്ച് ഇവർ ആദ്യം ഈ സ്റ്റിച്ച് ഇട്ടെടുത്ത് ഈ കുടലും കൂടെ കൂട്ടി സ്റ്റിച്ച് ഇട്ടായിരുന്നു. അത് എടുത്തു വിട്ടു. അങ്ങനെ എടുത്തെല്ലാം വിട്ട് നോർമലായിട്ട് എന്നോട് പറഞ്ഞു, ഇനി ഒരു 6 മാസത്തിന് വയറിന് വേദനയായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്കാണ് എപ്പോഴും വേദന. അപ്പൊ എന്നോട് പിന്നെ ഇവിടുന്ന് ഉജ്ജയിനിൽ നിന്ന് പിതാവ് പറഞ്ഞു, നീ അവിടെ പഠിക്കണ്ട, ഒന്നാമത് നോക്കാനും ഒന്ന് അന്വേഷിക്കാനും പറ്റുന്നില്ല, തിരിച്ച് ഉജ്ജയിന് പോരാൻ പറഞ്ഞു. അങ്ങനെ തിരിച്ച് ഞാൻ ഉജ്ജയിനിൽ വന്ന് എന്നോട് പറഞ്ഞു ഫസ്റ്റ് ഇയർ റിപ്പീറ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഫിലോസഫി ഫസ്റ്റ് ഇയർ ഇവിടെ റൂഹാലെ സെമിനാരിയിൽ റിപ്പീറ്റ് ചെയ്യും. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് എനിക്കാണ് ഭയങ്കര വേദനയാണ്. ഇപ്പോഴും 6 മാസം എന്ന് പറഞ്ഞിട്ട് എനിക്ക് എപ്പോഴും വേദന. അപ്പൊ എനിക്ക് വേദന കൂടുമ്പോൾ ഇവിടെ ഞങ്ങൾക്ക് ഇവിടെ ഒരു ഹോസ്പിറ്റലുണ്ട്, ഡയസിന്റെ ഒരു ഹോസ്പിറ്റലുണ്ട്. അവിടെ കൊണ്ടുപോകും. അവര് പെയിൻ കില്ലർ ഇഞ്ചക്ഷൻ തരും. ആ ഒരു ബലത്തിൽ ഒരാഴ്ച 1.5 ആഴ്ച പോവും. വീണ്ടും വേദന കൂടും. ചില ദിവസങ്ങളിൽ രാത്രിയിൽ പകൽ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരും വേദന കൂടുമ്പോൾ. അങ്ങനെ അതങ്ങ് തള്ളി നീക്കി. പിന്നെ അത് പെട്ടെന്ന് ആ വേദന അങ്ങ് കുറഞ്ഞു വന്നു. അതിനുശേഷം ഒരു ജനുവരി ആ ഒരു വർഷം അങ്ങനെ കുറഞ്ഞു വന്നു. ഒരു സെക്കൻഡ് ഇയർ ഒക്കെ ആയി കഴിഞ്ഞപ്പോൾ ഇതുപോലെ കണ്ടിന്യൂ വേദന വന്ന് അങ്ങ് കുറഞ്ഞു, വേദന കൂടിയും കുറഞ്ഞു നിൽക്കും. പെട്ടെന്ന് എനിക്കൊരു പനിയും ഇതെല്ലാം കൂടെ വന്നു. അത് കഴിഞ്ഞിട്ട് എൻ്റെ വയറ്റിൽ നിന്ന് മോശം പോകുന്നില്ല. എനിക്ക് ഇങ്ങനെ ഛർദി. അപ്പം ഞാനിങ്ങനെ ഡോർമെട്രിയിൽ കിടക്കുക, 2-3 ദിവസമായിട്ട് പനിച്ച് ഇങ്ങനെ കിടക്കുക. അപ്പൊ ഭക്ഷണം കഴിക്കുന്നില്ല. അപ്പൊ എൻ്റെ ഫാദർ പ്രീഫിറ്റ് എൻ്റെ അടുത്ത് വന്നു. എൻ്റെ കട്ടിലെ വന്നിരുന്നിട്ട് എന്നോട് മോനെ എന്നാ പറ്റി? ഞാൻ പറഞ്ഞ അച്ഛൻ എനിക്ക് ഒട്ടും പറ്റുന്നില്ല, എൻ്റെ വയറ് ഒട്ടും സമ്മതിക്കുന്നില്ല, എനിക്ക് നല്ല വേദനയാണ്, പക്ഷെ എനിക്ക് ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല. എന്നാ കഴിച്ചാലും ഞാൻ അപ്പോൾ കഴിച്ച ഛർദിക്കാണ്. പിന്നെ എനിക്ക് മോഷനില്ല, വയറ്റിൽ നിന്ന് പോകുന്നില്ല. ഇത്രയും ഒരാഴ്ചയായിട്ട് വയറ്റിൽ നിന്ന് പോകുന്നില്ല. ഇതെല്ലാം എനിക്ക് പ്രശ്നം, എനിക്ക് ഭയങ്കര വേദനയാണെന്ന് പറഞ്ഞു. ഉടനെ എൻ്റെ ഫാദർ പ്രീഫിറ്റ് പറഞ്ഞു, ഇൻഫർമറിയും ബ്രദറിനെ വിളിച്ചിട്ട് പറഞ്ഞു, നിനക്ക് ഇച്ചിരി കഞ്ഞി എടുത്തുകൊണ്ട് പോവാ, പെട്ടെന്ന് ഈ ബ്രദറിന് ഇച്ചിരി കഞ്ഞി ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞു. കഞ്ഞി ഉണ്ടാക്കിക്കൊണ്ട് വന്നു. ഒരു സ്പൂണിൽ വായിലോട്ട് വെച്ചില്ല, എനിക്ക് ഛർദി തുടങ്ങി. പെട്ടെന്ന് തന്നെ വീണ്ടും എന്നെ ഹോസ്പിറ്റലിലോട്ട് അഡ്മിറ്റ് ആക്കി. അപ്പൊ പെട്ടെന്ന് പിന്നെ എന്നെ സോണോഗ്രാഫി ഇതൊക്കെ ചെയ്ത് നോക്കി. അപ്പൊ അവിടെ സോണോഗ്രാഫി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ഡോക്ടറിനെ ആശുപത്രിയിൽ നിന്ന് ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയിട്ട് അപ്പൊ ഇത് കണ്ടുപിടിച്ചു, എൻ്റെ വയറ് ഈ ആദ്യം സ്റ്റിച്ച് എടുത്തെടുത്ത് മുഴുവൻ ബ്ലോക്കായി കിടക്കുക, അവിടെ പഴുത്ത് ബ്ലോക്കായി കിടക്കുക. അപ്പൊ എന്നെ ഇൻഡോറിലോട്ട് വലിയ ഹൈ ഹോസ്പിറ്റലിലോട്ട് റെഫർ ചെയ്തു. അപ്പൊ ഞാൻ ഉജ്ജയിനിലെ ഇൻഡോറിൽ ഹോസ്പിറ്റലിലോട്ട് അവിടെ ചെന്നു. അവിടെ ചെന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി. അപ്പൊ എനിക്ക് നല്ല പനിയുണ്ട്. ഇവിടുന്ന് നേഴ്സുമാരുടെ എല്ലാം കൂടെയാണ് എന്നെ വണ്ടിയിലാണ് അങ്ങോട്ട് കൊണ്ടുവന്നത്. അപ്പൊ അതിന്റെ ശർദ്ദ എനിക്ക് ഞാൻ ഛർദ്ദിക്കുന്ന മുഴുവൻ ഈ പച്ച കളറിലെ വെള്ളം ഛർദ്ദിച്ചു കൂട്ടുന്നത്. അതായത് നമ്മുടെ ഈ പൈപ്പിൽ നിന്ന് ഈ പായൽ വരുന്ന പോലത്തെ സാധനമാണ് എൻ്റെ വയറ്റിൽ നിന്ന് മുഴുവൻ ഛർദ്ദിച്ചു പോകുന്നത്. അവിടെ ചെന്ന ഉടനെ മൂക്കിൽ കൂടെ ട്യൂബ് ഇട്ടു. ഈ ട്യൂബിൽ കൂടെ മുഴുവനും ഈ പച്ച കളറിലുള്ള പായൽ പോലെ സാധനം പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. അത് നിറയും, ഒരു പാത്രം വെക്കാതെ നിറയും, അതുകൊണ്ട് കളയും. അങ്ങനെ 2 ദിവസം പിന്നെ നല്ല പനി. ഇത് മാറാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. അപ്പോഴത്തേക്കും അവിടെ ചെന്ന സമയം ഒത്തിരിയേറെ സംഭവങ്ങൾ അതിന്റെ ഇടയിൽ കൂടെ കടന്നു പോകുന്നുണ്ട്. അതിനുശേഷം അവിടെ ഈ ആദ്യത്തെ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞു. 2 ദിവസം കഴിഞ്ഞ് ഓപ്പറേഷൻ കഴിഞ്ഞ് എൻ്റെ അന്ന് വൈകിട്ട് എനിക്ക് വീണ്ടും ബ്ലീഡിങ് തുടങ്ങി. അതായത് എൻ്റെ ശരീരത്ത് ബ്ലഡ് നിൽക്കില്ല. സെറ്റിസെമിയ എന്ന് പറഞ്ഞ ഒരു ഇത് പറയും ബ്ലഡിന്റെ അകത്ത്, അതായത് ബ്ലഡ് പോയിസൺ ആയിപ്പോയി. അപ്പൊ അതായത് ശരീരത്തിൽ ബ്ലീഡിങ്, എല്ലായിടത്തോട്ടും മോശം പോകുന്നു, എല്ലായിടത്തോട്ടും ബ്ലീഡിങ് ആയി. അപ്പം ശരീരത്തിൽ ബ്ലഡ് നിൽക്കുക. അതോടൊപ്പം തന്നെ ബ്ലഡ് കയറ്റാനും തുടങ്ങി. പെട്ടെന്ന് തന്നെ എന്നെ വെന്റിലേറ്ററിലോട്ട് മാറ്റി. ശ്വാസം ആദ്യം വായിക്കൂടെ തന്നിട്ട് ശ്വാസം എടുക്കാതെ ഇരുന്നുകൊണ്ട് തൊണ്ടയിൽ കൂടെ ഇതിട്ടു. അതിന്റെ പാടിപ്പോഴും തൊണ്ടയിൽ ഇവിടെ അങ്ങനെ തന്നെ കിടക്കുന്നുണ്ട്. തൊണ്ടയിൽ തുളച്ച് ശ്വാസം നിന്നു. അന്ന് സെമിനാറിൽ ഉണ്ടായിരുന്ന എല്ലാ ബ്രദേഴ്സിന്റെയും ബ്ലഡ് കയറ്റാൻ തുടങ്ങി. അങ്ങനെ 128 കുപ്പി ബ്ലഡ് കയറ്റി. അങ്ങനെ ഏതാണ്ട് 52 ദിവസം ഞാൻ വെന്റിലേറ്ററിൽ കിടന്നു. അത് കഴിഞ്ഞിട്ട് ഒരു സംഭവം എന്നാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ അവിടെ ആശുപത്രിയിൽ ചെന്ന സമയത്ത് അവിടെ ഒരു നേഴ്സ് ഉണ്ട്. അപ്പൊ അവിടുത്തെ കുറെ നേഴ്സുമാരുണ്ട്, മലയാളി നേഴ്സുമാർ ഒത്തിരി ഉണ്ട് ചോയ്ത്രാം ഹോസ്പിറ്റലിൽ. അന്ന് നേഴ്സുമാർ BSc നഴ്സിംഗ് പഠിച്ചിട്ട് ഇറങ്ങുന്ന ഒത്തിരിയാണ്. അപ്പം ഞാൻ അവിടെ ചെന്ന് കേട്ടിട്ട് ഒരു നേഴ്സ് എന്നെ കാണാൻ വേണ്ടിയിട്ട് വരിക. നമ്മൾ അറിയയില്ല, പരിചയമില്ല, ഒന്നുമില്ല. അപ്പൊ ആ നേഴ്സ് എന്നെ കാണാൻ വേണ്ടി വരുന്ന സമയത്ത് ഡോക്ടർ എന്നെ
എന്നെ വന്ന് ചെക്ക് ചെയ്തിട്ട് പോകുന്ന സമയമായിരുന്നു. അപ്പൊ ആ ഡോക്ടർ ചോദിച്ചു, എവിടെ ഇങ്ങോട്ടാ പോകുന്നതെന്ന് ചോദിച്ചു. അപ്പൊ നമ്മൾ സാധാരണ പറയുന്ന പോലെ ആ നേഴ്സ്, സ്മിത എന്ന് പറഞ്ഞ നേഴ്സ് ആ ഡോക്ടറിനോട് പറഞ്ഞു, എന്റെ ബ്രദർ ഇവിടെ അഡ്മിറ്റാ, ഞാൻ അവന്റെ അടുത്തോട്ട് പോവാന്ന് പറഞ്ഞു. അയ്യോ, നിന്റെ ബ്രദറാണോ, അന്ന് ഞാൻ ഒന്നും കൂടെ ചെക്ക് ചെയ്യാം, അപ്പൊ നമുക്ക് രണ്ടുപേർക്കും കൂടെ പോയി ഒന്നും കൂടെ ചെക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഡോക്ടറെയും പുള്ളിക്കാരത്തെയും കൂടെ കൂട്ടിക്കൊണ്ട് അന്ന് മുതൽ ഞാൻ ആ ഹോസ്പിറ്റലില് സ്മിതയുടെ ബ്രദറായിട്ടാണ് അറിയപ്പെടുന്നത്. അപ്പൊ എനിക്കൊരു എക്സ്ട്രാ കെയറും കൂടെ കിട്ടാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ വെന്റിലേറ്റർ കിടക്കുന്ന സമയത്ത് മുഴുവനും എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ലോകം മൊത്തം എല്ലാ പ്രദേശം അവരവരുടെ വീട്ടിലോട്ട് വിളിച്ചു പറഞ്ഞു അവിടെ എല്ലാം പ്രാർത്ഥന, എല്ലാ ദിവസവും സെമിനാരിയിൽ ആരാധന, എൻ്റെ ഉജ്ജയിൻ രൂപതയിൽ ആരാധന, എൻ്റെ ഇടവകയിൽ ആരാധന, അങ്ങനെ എല്ലായിടത്തും പ്രാർത്ഥന നടക്കുന്നുണ്ട്. അപ്പൊ ഈ ഇത് വെന്റിലേറ്റർ ഇട്ടുകൊണ്ട് തന്നെ ഒരു പ്രാവശ്യം കൂടെ ഓപ്പറേഷൻ ചെയ്യണം. അപ്പൊ എല്ലാവരും ഭയങ്കര പ്രാർത്ഥനയാണ്. അപ്പൊ രാവിലെ ഡോക്ടർ വന്ന് എല്ലാവരോടും സംസാരിച്ച് രാവിലെ ഓപ്പറേഷൻ ചെയ്യുന്ന സമയം തോന്നി, ഏതാണ്ട് 9 മണിയോ 10 മണിയാ. 10 മണി ആയി കഴിഞ്ഞിട്ടും എന്നെ ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് കൊണ്ടുപോകുന്നില്ല. അത് കഴിഞ്ഞിട്ട് വീണ്ടും എടുക്കുന്നില്ല. ഒരു 12 മണിയായിട്ടും വിളിക്കുന്നില്ല, 3 മണിയായി വിളിക്കുന്നില്ല, 4 മണിയായി. അപ്പൊ ഈ നേഴ്സ് വന്നിട്ട് നോക്കിയിട്ട് എന്നെ ഓപ്പറേഷനിലോട്ട് കൊണ്ടുവന്നില്ല. അപ്പൊ ഈ നേഴ്സ് ചെന്ന് ഡോക്ടറിനെ കാണാം. അപ്പൊ ഈ നേഴ്സ് ചെന്ന് ഡോക്ടറിനോട് ചോദിച്ചാൽ, ഡോക്ടറെ അവനെ എന്നെ തിയേറ്ററിലോട്ട് വിളിക്കാത്ത. അപ്പൊ ഡോക്ടർ പറഞ്ഞു, ഇനി അവന്റെ ശരീരത്ത് കത്തി വെക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, ഇനി വെച്ചാൽ ചിലപ്പോൾ നമുക്ക് ജീവൻ തിരിച്ച് കിട്ടില്ല, അതുകൊണ്ട് നമുക്ക് കത്തി വെക്കാം. അപ്പൊ ഈ നേഴ്സ് തന്നെ ഡോക്ടറിനെ ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്. അല്ല ഡോക്ടറെ, ഇത് വെക്കണം, ചെയ്യണം സാറേ, കാരണം ഇത് ജീവന്റെ ഇതാണല്ലോ എന്ന് പറഞ്ഞ് ഡോക്ടറിനെ ഈ നേഴ്സ് തന്നെ ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ വീണ്ടും അവസാനം ഒരു 6 മണി ആയി കഴിഞ്ഞപ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് കയറ്റി ബോധം കെടുത്താതെ തന്നെ വെന്റിലേറ്ററിൽ ഇട്ട് തന്നെ ഓപ്പറേഷനൊക്കെ ചെയ്തു. ഓപ്പറേഷൻ ചെയ്തുകൊണ്ട് കിടത്തി. അപ്പോൾ ഡോക്ടർ അത് കഴിഞ്ഞിട്ട് പുറത്തോട്ട് ഇറങ്ങി വന്നിട്ട് ഈ നേഴ്സിന്റെ കൈയെ പിടിച്ചുകൊണ്ട് പറയാ, അത് ഞാനല്ല ചെയ്തത്, ആരോ ഒരു പ്രേരണ തന്ന, ആരോ എന്നെ പിടിച്ച് ഓപ്പറേഷൻ ചെയ്യുന്ന പോലെയാണ് എനിക്കിത് തോന്നിയത് എന്ന് പറയാണ്. അതുപോലെ തന്നെ ഒരു അനുഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും, ഞാൻ പറഞ്ഞ പോലെ എല്ലാവരും എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് എൻ്റെ ഇടവക ഇടുക്കി രൂപതയിലെ കീരത്തോട് എന്ന് പറഞ്ഞ പള്ളിയാണ്. അവിടെ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അവിടെ പരിശുദ്ധ ദിപികാരനെ എഴുന്നള്ളിച്ച് വെച്ച് അതിൻ്റെ മുമ്പിലിരുന്ന ആളുകൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇടവക്കാര് 250-300 വീട്ടുകാരുണ്ട്. അവിടുന്ന് എല്ലാ റെപ്രസെൻറ്റേറ്റീവായിട്ട് ആൾക്കാർ പോയിരുന്ന് എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്, കണ്ടിന്യൂസ് ആയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ എല്ലാം ഈ ക്രിസ്ത്യ വിശ്വാസം, നമ്മുടെ ഇപ്പം നാട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് എൻ്റെ തൊട്ട് വീടിൻ്റെ താഴെ ഒരു ഹൈന്ദവ ഫാമിലിയാണ്. അപ്പൊ നമുക്കറിയാം ഈ ഹൈന്ദവ ഫാമിലിയും നമ്മൾ ചെറുപ്പം തൊട്ട് കയറി ഇറങ്ങുന്ന നല്ല ബന്ധം. അപ്പൊ അവിടുത്തെ ചേച്ചിയും അവർക്കും പശുവുണ്ട്, നമ്മുടെ വീട്ടിലും പശുവുണ്ട്, എല്ലാം സിറ്റിയിലാണ് പാല് കൊടുക്കുന്നത്. ഒരു ദിവസം നമ്മൾ എല്ലാവരും ആ സിറ്റി മുഴുവൻ ചർച്ച വിഷയം എന്നെയാണ്, എന്നെക്കുറിച്ചാണ്. അപ്പം വീട്ടിൽ ഫോണില്ലാത്ത കാരണം വൈകുന്നേരങ്ങളിൽ അടുത്ത വീട്ടിലോട്ടൊക്കെയാണ് ഫോൺ വരുന്നത്. അപ്പൊ ചർച്ചയില്ല, അവിടുത്തെ മുഴുവൻ ചർച്ച എൻ്റെ ബോഡിയെങ്കിലും തിരിച്ചു കൊണ്ടുവരണം എന്നുള്ള ഇതിലാണ് അവിടുത്തെ മുഴുവൻ ചർച്ച വിഷയം. അപ്പൊ ഈ ചേച്ചി ഇത് കേട്ടിട്ട് അവിടെ നിന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു, നിങ്ങളുടെ ദൈവം ജീവനുള്ള ദൈവമാണെങ്കിൽ ഷോണി ഇവിടെ ജീവനോടെ തിരിച്ചു വരും. നിങ്ങൾ എത്രയോ മാസങ്ങളായിട്ട് അവന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു, ഇതുവരെ ഒരു ഇമ്പ്രൂവ്മെന്റ് ഇല്ലല്ലോ, നിങ്ങളുടെ ദൈവത്തിന് ജീവനുള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും അവനിവിടെ തിരിച്ചു വരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഒരു വർഷം കഴിഞ്ഞിട്ടാണ് ഈ അസുഖത്തിൽ നിന്നൊക്കെ ഒരു വിടുതൽ കിട്ടിയിട്ട് വീട്ടിലോട്ട് ചെല്ലുന്നത്. ഞാൻ വീട്ടിൽ ചെന്നത് ഈ ചേച്ചി ഓടി വരുന്നുണ്ട്. ഞാൻ വിചാരിച്ചു എന്നെ കാണാനുള്ള ആകാംക്ഷയോടെ ജിജ്ഞാസയോടെ കൂടെ ഓടി വരുന്നതാണെന്ന് ഞാൻ ഓർത്തെ. എൻ്റെ അടുത്ത് ഓടി വന്നിരുന്നിട്ട് 2 കൈയും കൂപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് പറയാ, റോണി, ഏത് ദൈവത്തിലാണോ നീ വിശ്വസിക്കുന്നത്, ആ ദൈവം ജീവനുള്ള ദൈവമാണ്, അതിൽ നിന്ന് ഒരിക്കലും നീ കൈവിടരുത് എന്നാണ് പറഞ്ഞു. ഞാൻ പറഞ്ഞ നമ്മുടെയൊക്കെ വിശ്വാസം എന്നെ പോലും അതിശയിപ്പിച്ച് കളഞ്ഞു. കാരണം ഒരു ഹൈന്ദവ സ്ത്രീയുടെ വിശ്വാസ പ്രഘോഷണമായിരുന്നു. അപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചിലപ്പോൾ ക്ലേശങ്ങൾ, ദുരിതങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളൊക്കെ എങ്ങോട്ടോ ഓടിപ്പോകുന്നു, അല്ലെങ്കിൽ നമ്മളൊക്കെ എവിടെയാണ് എത്തിപ്പെടുന്നതെന്ന് ചിന്തിച്ചു നോക്കും. നമ്മൾ ഒരിക്കൽ ചിലപ്പോഴൊക്കെ ആണെങ്കിൽ നമുക്ക് ആ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവിലേക്ക് നമുക്ക് വരുവാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. പരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് മുമ്പിലേക്ക് നമുക്ക് കടന്നു വരുവാൻ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ അനുഗ്രഹങ്ങൾ, അത്ഭുതങ്ങൾ നടക്കും. എൻ്റെ ജീവിതത്തിലും നിങ്ങളുടെ ജീവിതത്തിലും ക്ലേശങ്ങളും ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകുമ്പോൾ ആ ദിവ്യകാരുണ്യത്തിന് മുമ്പിലേക്ക്, ആ പരിശുദ്ധ കുർബാനയുടെ മുമ്പിലേക്ക് ആത്മാർത്ഥമായിട്ട് തികഞ്ഞ വിശ്വാസത്തോടെ എനിക്കും നിങ്ങൾക്കും കടന്നു വരുവാനായിട്ട് സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും അവിടെ അത്ഭുതങ്ങളും അടയാളങ്ങളും നമ്മുടെ കൺമുൻപിൽ തന്നെ സംഭവിക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് എനിക്ക് എൻ്റെ വ്യക്തിപരം അന്ന് തൊട്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഡെവലപ്പ് എല്ലാ ദിവസവും സെമിനാരി ജീവിതം തൊട്ട് ഈ നിമിഷം വരെ എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ 5 മണി തൊട്ട് ഒരു 6 മണി വരെ ഈ കുർബാനയ്ക്ക് തൊട്ട് മുമ്പ് വരെ അവിടെ ഇരുന്ന് നമ്മൾ പരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ ഇരുന്ന് അവിടുന്ന് എങ്കിലും അനുഗ്രഹം പ്രാപിച്ചിട്ട് ഞാൻ പുറത്തിറങ്ങാറുള്ളൂ. ആ ഒരു
ഭക്തിയിൽ നമുക്ക് കടന്നു വരുവാൻ സാധിക്കുകയാണ്. പരിശുദ്ധ ദിവ്യകാരുണ്യത്തിനോടുള്ള ഭക്തിയിൽ കടന്നു വരുവാനായിട്ട് സാധിക്കുമെങ്കിൽ നമ്മുടെ മുൻപിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ നടക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പൊ പരിശുദ്ധ കുർബാനയിലുള്ള പരിശുദ്ധ ദിവ്യകാരുണ്യത്തിന്റെ ഭക്തിയിൽ വളർന്നു വരുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഇതൊരു ഒത്തിരിയേറെ അനുഭവങ്ങളുണ്ട്. ഞാൻ ഇങ്ങനെ ഈ സംഭവങ്ങളൊക്കെ പറഞ്ഞ സമയത്ത് ഞാൻ ഈ കത്തീഡ്രലിലെ ഉജ്ജയിൻ രൂപതയുടെ കത്തീഡ്രലിലെ വികാരിയായിട്ട് 6 വർഷം സേവനം ചെയ്ത. അപ്പോൾ ഒരു ദിവസമാണെങ്കിൽ മെലിഞ്ഞ് ഉണങ്ങിയ ഒരു സ്ത്രീ, മെലിഞ്ഞ് ഉണങ്ങിയ ഒരു സ്ത്രീ എൻ്റെ റൂമിലോട്ട് കടന്നു വന്നു. ഒരു ഹൈന്ദവ സ്ത്രീയാണ്. അപ്പൊ എന്നോട് പറഞ്ഞു, അച്ഛാ ഞാനിങ്ങനെ കുറേ ദിവസങ്ങളായിട്ട് ഇവിടെ മാസങ്ങളായിട്ട് ഒരു ഗവൺമെന്റ് ടീച്ചറാ, പല ഹോസ്പിറ്റലുകളിലും പല ഇതിലും ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് പോയി. പക്ഷെ എനിക്ക് എൻ്റെ രോഗം കണ്ടുപിടിക്കുവാനോ ഒന്നും സാധിക്കില്ല. അച്ഛൻ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഇപ്പം നമ്മുടെ ഒരു ഉജ്ജയിൻ രൂപതയുടെ കത്തീഡ്രൽ പള്ളിയുടെ സൈഡിൽ നിത്യാരാധന ചാപ്പലുണ്ട്. അവിടെ സിസ്റ്റേഴ്സ് എപ്പോഴും ആരാധന നടത്തി അവിടെ ഇരുന്ന് ആരാധിക്കുന്ന സിസ്റ്റേഴ്സ് ഉണ്ട്. അപ്പം ഞങ്ങൾ ഇടയ്ക്ക് അവിടെ പോയി പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഈ ചേച്ചിനെ വിളിച്ചുകൊണ്ട് ആ പരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ ചെന്നിരുന്ന് ഞാൻ കുറച്ചു നേരം അതിൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. ചേച്ചിയോട് പറഞ്ഞു, ഇത് ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ഇവിടെയുണ്ട്. ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും എന്ന് പറഞ്ഞിട്ട് ആ ചേച്ചിയും ആ ചേച്ചിയുടെ അമ്മയും കൂടെ വന്ന് അവർ രണ്ടുപേരും കൂടെ ഉറക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുക, ഉറക്കെ നിലവിളിച്ച് പ്രാർത്ഥിക്കുക. അപ്പൊ സിസ്റ്റേഴ്സ് അവിടെ ഇരുന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞിട്ട് ഇതിപ്പോ ആ സംഭവം അങ്ങ് കഴിഞ്ഞുപോയി. ഒരു 3-5 മാസം കഴിഞ്ഞപ്പോൾ ഒരു നല്ല തടിച്ച ഒരു സ്ത്രീ എൻ്റെ മുന്നിലോട്ട് വന്ന്, നല്ല ആരോഗ്യവതിയായിട്ടൊരു സ്ത്രീ എൻ്റെ മുന്നിൽ വന്നിട്ട് ചോദിച്ചു, എല്ലാവരും പള്ളിയിൽ നിന്ന് ഇറങ്ങി വന്ന സമയം എൻ്റെ സ്ത്രീ എന്നോട് ചോദിച്ചു, അച്ഛാ എന്നെ ഓർക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ ഓർക്കുന്നില്ല, ഞാൻ കണ്ടിട്ട് പോലുമില്ല, ഇതെവിടുന്ന. ഏതായാലും എനിക്ക് മനസ്സിലായി ഇടവകയിലെ ഒരാളല്ല. ഇടവകയിൽ ഇങ്ങനത്തെ ഒരു ഇടവകയിലെ എല്ലാ മനുഷ്യരെയും ഞാൻ അറിയും, ഇങ്ങനെ ഒരാളെ ഞാൻ അറിയില്ല. ഞാൻ പറഞ്ഞു, ചേച്ചി ഞാൻ അറിയത്തില്ല, ഞാൻ കണ്ടതായിട്ട് ഓർക്കുന്നില്ല. അപ്പൊ ചേച്ചി എന്ന് പറയാം, അന്ന് അച്ഛാ അവർ അപ്പത്തിന്റെ മുമ്പിൽ കൊണ്ടുവച്ചിട്ട് അച്ഛൻ എന്നോട് പ്രാർത്ഥിച്ചതായിട്ട് ഓർക്കുന്നുണ്ട്, ആ സ്ത്രീയാ ഞാനെന്ന് പറഞ്ഞു. അതിനുശേഷം ഈ സ്ത്രീ അവരുടെ കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ടുവന്നിട്ട് ഈ ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ വന്ന് പറയും, നിങ്ങളുടെ ജീവിതത്തില് ക്ലേശങ്ങളും ദുഃഖങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറയും. അങ്ങനെ ഞാൻ പലപ്പോഴും അത് കേട്ടിട്ടുണ്ട്. അപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തില് അത്ഭുതങ്ങളും പരിസ്ഥിതി വികാരണത്തിലോട്ട് കടന്നു വരാൻ നമുക്ക് പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും അവിടെ അത്ഭുതങ്ങളും അടയാളങ്ങളും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ആ ദിവ്യകാരുണ്യത്തിന്റെ ഭക്തിയിൽ വളർന്നു വരാനായിട്ട് നമുക്ക് പരിശ്രമിക്കണം. തീർച്ചയായിട്ടും നമ്മൾ ഇതൊരു ചെറിയൊരു അപ്പക്കഷ്ണമാണെന്ന് വിചാരിച്ചാൽ ഒന്നും നടക്കത്തില്ല. അതിന്റെ അപ്പുറത്തേക്ക് ഇരുന്ന് കടന്ന് ചിന്തിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അത് ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ഇതിലുണ്ട് എന്നുള്ളത് നമുക്ക് ആത്മാർത്ഥമായ ഒരു വിശ്വാസത്തോടെ നമുക്ക് അത് സ്വീകരിക്കുവാനും ഉൾക്കൊള്ളുവാനും സാധിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തെ അത് മുഴുവൻ മാറ്റിമറിക്കും. അപ്പൊ തീർച്ചയായിട്ടും അതിനുള്ള കൃപയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ആ ദിവ്യകാരുണ്യ അനുഭവം നമ്മുടെ ജീവിതത്തിന്റെ അനുഭവമായിട്ട് മാറ്റാനായിട്ട് നമുക്ക് സാധിക്കണം. അങ്ങനെ ഒത്തിരിയേറെ സംഭവങ്ങൾ ഞാനപ്പോ കത്തീഡ്രലിൽ പല ഈ വിശ്വാസികളുടെ ഇടയിലൂടെ പല കാര്യങ്ങളിലൂടെ ഞാൻ ഇങ്ങനെ ഓടി നടക്കുമെങ്കിലും ഇവരെ എല്ലാവരെയും ഞാൻ ദിവ്യകാരുണ്യത്തിലോട്ട് മാറ്റാനായിട്ട് കൊണ്ടുവരുവാനൊക്കെ ആയിട്ട് നോക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾ ഞങ്ങളുടെ ഇടയ്ക്ക് ആരാധന നടത്തും, യൂത്തിന്റെ എല്ലാവരും കൂടെ കൂട്ടി ആരാധന, ഇത് മാതാക്കൾ എല്ലാവരും കൂടെ വന്ന ആരാധന, ഇങ്ങനെ പല പല കാര്യങ്ങൾ ഇവരെല്ലാവരും ഈ ദിവ്യകാരുണ്യത്തിൽ നിന്ന് ശക്തി പ്രാപിക്കാനായിട്ട് പതുക്കെ പതുക്കെ സാധിച്ചു. ഇപ്പോഴും അതൊക്കെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. അപ്പൊ പരിശുദ്ധ ദിവ്യകാരുണ്യത്തോട് ചേർന്ന് നമുക്ക് ജീവിക്കുവാൻ സാധിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതം അനുഗ്രഹമായി തീരും. ഇപ്പൊ ഞാൻ ഇവിടെ സെമിനാരിയിൽ അപ്പൊ ബ്രദേഴ്സ് ഉണ്ട് ഇവിടെ. അപ്പൊ ഞങ്ങൾ എല്ലാ ദിവസവും വൈകിട്ട് രാവിലെ ഇവിടെ ആരാധന, അതിനുശേഷം പരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ ബ്രദേഴ്സ് ഇങ്ങനെ ഇരുന്നിരുന്ന് പ്രാർത്ഥിക്കും. അപ്പൊ നമ്മൾ അതൊരു അനുഭവമായി തീർന്നു. അപ്പൊ നമ്മൾ ബലിപീഠത്തോട് ചേർന്ന് നിന്നാൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതം അനുഗ്രഹമായി തീരും. ഇനി ഞാൻ അടുത്ത ടോപ്പിക്കിലോട്ട് കയറിപ്പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ സമയം ഇനിയും നീണ്ടുപോകും. അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും ഞാൻ പരിശുദ്ധ അമ്മയെക്കുറിച്ചും കൂടെ പറയണമെന്നുണ്ടായിരുന്നു. അത് അമ്മയുടെയും പരിശുദ്ധ രണ്ടാമത്തെ എനിക്ക് കിട്ടിയിരിക്കുന്ന അടയാളം എന്ന് പറഞ്ഞത്, രണ്ടാമത്തെ നമ്മുടെ ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത് പരിശുദ്ധ ജപമാലയാണ്. പരിശുദ്ധ ജപമാല. ഈ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ രണ്ടാമതായിട്ട് അത്ഭുതങ്ങൾ സംഭവിക്കും എന്നുള്ളതാണ്. അപ്പൊ പരിശുദ്ധ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുകയാണ് തീർച്ചയായിട്ടും അനുഗ്രഹങ്ങൾ കിട്ടും. ഇപ്പൊ ഞാൻ എൻ്റെ പട്ടത്തിന് മുമ്പ് ഞാൻ ധ്യാനിക്കാൻ വേണ്ടിയിട്ട് സെഹിയോനില് ധ്യാനത്തിന് പോയി. ഒരാഴ്ചത്തെ ധ്യാനത്തിന് പോയി. അപ്പൊ ധ്യാനത്തിന് ഞാൻ കൗൺസിലിങ്ങിന് ചെന്നപ്പം ഈ ഒരു സിസ്റ്റർ എന്നോട് പറഞ്ഞു, ബ്രദറിന്റെ ജീവിതത്തിൽ മൊത്തം പ്രശ്നങ്ങളാ ബ്രദറെ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് ഓക്കെ പ്രശ്നങ്ങൾ ഉണ്ടെന്നൊക്കെ എനിക്കറിയാം, പ്രശ്നങ്ങളാണ്, പക്ഷെ ബ്രദറിന്റെ ജീവിതത്തെ അതിജീവിക്കണമെങ്കിൽ
പരിശുദ്ധ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചാൽ മാത്രമേ അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. എനിക്ക് ഞാൻ ജപമാല ചെല്ലാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്, ഇതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം അവിടെ ചെന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, എവിടെയൊക്കെ ആരെയൊക്കെ അറിയാവോ അവരോടെല്ലാം വിളിച്ചു പറയണം, പട്ടത്തിന് മുമ്പായിട്ട് എല്ലാവരോടും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണമെന്ന് പറയണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എൻ്റെ ഇടവകയിൽ വന്നു. ഇടവകയിൽ വന്ന സമയത്ത് ഇടവകയിൽ വന്നിട്ട് എനിക്ക് ചാൻസ് കിട്ടി. എന്നോട് വികാരിച്ചൻ പറഞ്ഞു, അടുത്ത ഞായറാഴ്ചത്തെ കുർബാന കഴിഞ്ഞിട്ട് പ്രസംഗം പറഞ്ഞിട്ട് എല്ലാവരെയും പട്ടത്തിന് ക്ഷണിച്ചോളാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഓക്കെ, ഞാൻ ചെയ്തോളാം അച്ഛാന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാൻ എൻ്റെ തേർഡ് ഇയർ ഫിലോസഫി പഠിക്കുമ്പോൾ എൻ്റെ അപ്പച്ചൻ മരിച്ചു പോയതാണ്. അപ്പച്ചൻ അറ്റാക്കായിരുന്നു. അപ്പച്ചൻ പെട്ടെന്ന് തേർഡ് ഇയർ ഫിലോസഫിയിൽ വെച്ച് മരിച്ചുപോയി. സെക്കൻഡ് ഇയർ തിയോളജിയിൽ എൻ്റെ അമ്മയും മരിച്ചുപോയി. അമ്മയ്ക്ക് ക്യാൻസർ ആയിരുന്നു. അപ്പൊ ആ ഒരു സിറ്റുവേഷനിലൂടെ അപ്പൊ എനിക്ക് ഇടവക്കാരോട് കൂടുതലും ഒരു അടുപ്പമുണ്ട്. പിന്നെ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതുകൂടാതെ ഈ ഇടവക്കാരൊക്കെ എനിക്ക് വേണ്ടിയിട്ട് ഒത്തിരിയേറെ പ്രാർത്ഥിക്കുകയും എന്നെ ചേർത്ത് നിർത്തിയവരാ, പ്രത്യേകിച്ച് ആ ഇടവകയിലും ആ പരിസരത്തുള്ള ആളുകളൊക്കെ. അപ്പൊ എന്നോട് കൂടുതലായിട്ട് ഒരു വാത്സല്യമുണ്ട്. എനിക്കും അതുപോലെ തന്നെ അവരോട് ഫ്രീഡം ഉണ്ട്. അപ്പൊ ഞാൻ വെക്കേഷനൊക്കെ ചെല്ലുമ്പോൾ ഇവരുടെ വീടുകളിൽ കൂടെയൊക്കെ ഇറങ്ങിപ്പോകും. പ്രത്യേകിച്ച് അപ്പച്ചനും അമ്മയും ഒന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഈ വെക്കേഷനൊക്കെ വീട്ടിൽ നിന്ന് പോരാൻ നേരം അയലോക്കത്തു നിന്നൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടൊക്കെ പാക്ക് ചെയ്തൊക്കെ തരുമായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു നല്ല ബന്ധമുണ്ട് എനിക്ക് ഇവരായിട്ട്. അപ്പൊ എനിക്ക് ഈ ചാൻസ് കിട്ടിയപ്പോൾ ഞാൻ പറഞ്ഞു. അപ്പൊ വികാരിച്ചൻ പറഞ്ഞു, അപ്പൊ ഇടവക്കാരെല്ലാരും കൂടിയാ പട്ടം നടത്തുന്നത്. അപ്പൊ വികാരിച്ചൻ എന്നോട് പറഞ്ഞു വിളിച്ചോളാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ഇങ്ങനെ എല്ലാം വിളിച്ചു. പട്ടം കഴിഞ്ഞ് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ അപ്പൊ ഞാൻ പട്ടത്തിന്റെ സമയത്ത് ഈ വിളിച്ച സമയത്ത് എന്നോട് പറഞ്ഞു, ഞാൻ അവരോട് പറഞ്ഞു, എനിക്ക് കഴിഞ്ഞ ദിവസം ഞാൻ ധ്യാനിക്കാൻ പോയപ്പോൾ എന്നോട് പ്രത്യേക ഒരു സന്ദേശം കൂടെ കിട്ടിയിട്ടുണ്ട്. അതായത് പട്ടം കഴിയുന്നവരെല്ലാരും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് ഒരു സന്ദേശം കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അന്ന് മുതൽ ഈ 300 വീട്ടുകാരുണ്ട്. എല്ലാ വീട്ടിലും ജപമാല ചെല്ലുമ്പോൾ ബ്രദറിനെ സമർപ്പിച്ചുകൊണ്ട് ഒരു രഹസ്യം ചൊല്ലി കാഴ്ചവെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എനിക്ക് നല്ല അടുപ്പമുള്ള കാരണവും പിന്നെ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുള്ളത് കാരണം എല്ലാ വീട്ടിലും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പൊ ഈ ജപമാല ഈ പട്ടത്തിന് പ്രത്യേകിച്ച് കാര്യങ്ങളല്ലോ. വൈകുന്നേരങ്ങളിൽ ഉച്ച കഴിഞ്ഞാൽ പട്ടം നടത്തുന്നത്. 4 മണിക്ക് ചെറിയൊരു കാപ്പിയോട് കൂടെ കാര്യങ്ങളെല്ലാം നടത്തി എല്ലാം വിടാൻ വേണ്ടിയിട്ട് ക്രമീകരിച്ചിരിക്കുന്ന. അങ്ങനെ ഒരു പന്തൽ പോലും ഇട്ടിട്ടില്ല. അപ്പൊ അന്നൊക്കെ നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണ്. അപ്പൊ രാവിലെ നമ്മുടെ പള്ളിയുടെ ഗ്രൗണ്ടിലാണ് ഫുഡ് എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. പന്തലൊന്നുമില്ല, വെറുതെ ഇങ്ങനെ വെച്ചിരിക്കുന്നു. എല്ലാവരും വന്ന് പട്ടം കഴിഞ്ഞ് കാപ്പി കുടിച്ച് പോവും. ഇച്ചിരി കറിയും കൂട്ടി കാപ്പി കുടിച്ച് എല്ലാവരും പോകുന്നു. ഇതൊക്കെ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടാണ് പട്ടം നടത്തുന്നത്. കാരണം ഇടവക്കാരെല്ലാരും കൂടിയാണ് നടത്തുന്നത്, വികാരിയച്ഛന്റെ നേതൃത്വത്തിൽ. അപ്പൊ വളരെ സിമ്പിളായിട്ട് ക്രമീകരിച്ചിരിക്കുന്നു. അങ്ങനെ ഉച്ചയ്ക്ക് 1:30 പട്ടം, നല്ല തെളിഞ്ഞ കാലാവസ്ഥ. 1:30 പട്ടത്തിന്റെ ക്രമങ്ങൾ തുടങ്ങി. പട്ടത്തിന്റെ ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ പരിശുദ്ധ കുർബാന അർപ്പിക്കാനായിട്ട് ബേമയിലോട്ട് വന്നിടുന്നു. പെട്ടെന്ന് തന്നെ ക്ലൈമറ്റ് മൊത്തം നമ്മുടെ സിറ്റുവേഷൻ ചേഞ്ച് ആയി. പെട്ടെന്ന് ആകാശം മുഴുവൻ ഇരുണ്ട് പോഞ്ഞ് ഇടിമിന്നലൊക്കെ തുടങ്ങി. അതിനുശേഷം ഞാൻ ചെറിയ മഴത്തുള്ളികളെല്ലാം വീഴാൻ തുടങ്ങി. പെട്ടെന്ന് തന്നെ വികാരിയച്ഛൻ ഓടി വന്ന്, കറണ്ട് എല്ലാം പോയി. പെട്ടെന്ന് വികാരിയച്ഛൻ ഓടി വന്നിട്ട് പറഞ്ഞു, നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. നമ്മുടെ പള്ളിയുടെ 4 സൈഡിലും വളരെ ശക്തമായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളിപ്പം മഴ പെയ്തിട്ടുണ്ട്, നമ്മുടെ എല്ലാ ക്രമങ്ങളും പൊളിഞ്ഞു പോകും എല്ലാം. അപ്പൊ നമ്മൾ പ്രത്യേകിച്ച് അറേഞ്ച്മെന്റ് ഒന്നും നടത്തിയിട്ടില്ലെന്ന് നിങ്ങൾക്ക് അറിയാം. നിങ്ങൾ എല്ലാവരും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. പിന്നെ ജനറേറ്ററൊക്കെ ഓണാക്കി വീണ്ടും കുർബാനയൊക്കെ തുടങ്ങി. കുർബാനയുടെ ഇടയ്ക്ക് വന്ന് വീണ്ടും അച്ഛൻ പറഞ്ഞു, അച്ഛൻ അനൗൺസ് ചെയ്യുന്നുണ്ട്, പള്ളിയുടെ 2.5 കിലോമീറ്റർ ചുറ്റളവിൽ മാത്രമാണ് മഴ പെയ്യാത്ത, ബാക്കി എല്ലായിടത്തും പൊരിഞ്ഞ മഴയാണെന്നും പറഞ്ഞ് അച്ഛൻ അനൗൺസ് ചെയ്യുന്നുണ്ട്. പ്രാർത്ഥിക്കുക, നിങ്ങൾ തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കണമെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഈ പട്ടം കഴിയുമ്പോൾ അച്ഛന്മാർക്ക് ഒരു പ്രത്യേകത ഉണ്ട്. അച്ഛന്മാര് പട്ടം കഴിഞ്ഞ് മുത്തിയിട്ട് ഉടനെ അവർ ഇറങ്ങിപ്പോരും. അപ്പൊ താഴത്തോട്ട് ഇറങ്ങിപ്പോരും. അപ്പം ഈ പള്ളിയിൽ നിന്ന് കീഴ്ത്തോട് ഇടവകയാ എൻ്റെ. പള്ളിയിൽ നിന്ന് താഴെ റോട്ടിലെത്തിയിട്ടുണ്ട്. അവിടെ പെരും മഴയാ, പോകാൻ പോലും പറ്റത്തില്ല, അതുപോലെ പെരും മഴയാ. ഈ പള്ളിയുടെ 2.5 കിലോമീറ്റർ ചുറ്റളവിലും മാത്രം മഴ പെയ്യുന്നില്ല. അതെല്ലാം പട്ടമെല്ലാം കഴിഞ്ഞ് ഒരു 7 മണിയായപ്പോ തുടങ്ങിയ മഴ പിറ്റേ ദിവസം രാവിലെ ഒരു 7 മണി വരെ കണ്ടിന്യൂസ് ആയിട്ട് നിർത്താതെ തോരാത്ത മഴയായിരുന്നു. അതിനുശേഷം ഒരാഴ്ചത്തെ ഇത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് അനുമോദന മീറ്റിംഗ് വെച്ചത്. അനുമോദന മീറ്റിങ്ങിന്റെ സമയത്ത് എല്ലാവരുടെയും ഇതാണ്, പരിശുദ്ധ ജപമാല ചൊല്ലി ഞങ്ങൾ പ്രാർത്ഥിച്ചതിന്റെ അത്ഭുതങ്ങൾ ഞങ്ങളുടെ കൺമുൻപിൽ അതിന്റെ അത്ഭുതമായിട്ട് ഞങ്ങൾ അത് കണ്ടു. എല്ലാവരും എന്നെ അനുമതിക്കുന്നതിന് പകരം എല്ലാവരും എന്നെ കുറിച്ച് ഒന്നും പറയാതെ ഞങ്ങൾ പരിശുദ്ധ ജപമാലയുടെ ശക്തി ഞങ്ങൾ കണ്ടു എന്നാണ് എല്ലാവരും പറഞ്ഞത്. അതൊരു ചെറിയ അനുഭവം പരിശുദ്ധ ജപമാലയുടെ ശക്തിയെ കുറിച്ച്. പിന്നെ ഞാൻ എൻ്റെ ഒരു ചെറിയ അനുഭവം കൂടെ പറഞ്ഞിട്ട് നിർത്താം.
ഈ പരിശുദ്ധ ജപമാലയെ കുറിച്ച്. ജപമാല നമ്മളെല്ലാവരും ധരിക്കുന്നുണ്ട്. എനിക്കൊരു ഹാബിറ്റ് ഉണ്ട്. ഞാൻ എവിടെ പോയാലും എപ്പോഴും എൻ്റെ പോക്കറ്റിൽ എപ്പോഴും ജപമാലയുണ്ട്. അത് മൈൻസനാരിയിൽ നിന്ന് കിട്ടിയ ഒരു ശീല. എൻ്റെ സ്പിരിച്വൽ ഫാദർ എവിടെ പോയാലും നമ്മുടെ പോക്കറ്റിൽ ഒരു ജപമാല വേണം. നമ്മൾ ഈ ജപമാല സമയം കിട്ടുമ്പോഴെടുത്ത് പ്രാർത്ഥിക്കണം ഈ ജപമാല എടുത്ത്. അപ്പൊ നമുക്ക് ഈ പോക്കറ്റിൽ ഇടുവാണെങ്കിൽ കഴുത്തിൽ നിന്ന് ഊരുന്നതിനേക്കാൾ എളുപ്പമുണ്ട് പോക്കറ്റിൽ നിന്ന് എടുത്ത് പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ട്. അപ്പൊ ഞാൻ എൻ്റെ ആദ്യത്തെ അപ്പോയിന്റ്മെന്റ് മൈനസനാരിലെ സ്പിരിച്വൽ ഫാദർ ആയിട്ടായിരുന്നു. അപ്പൊ അതൊക്കെ കഴിഞ്ഞു. അത് 2ാമത്തെ വർഷം ഞാൻ അത് അവിടുത്തെ വൈസ് റെക്ടറായി. അപ്പൊ ഞാൻ എൻ്റെ മൂന്നാമത്തെ രണ്ട് വർഷം ഞാൻ അവിടെ വൈസ് റെക്ടറും 1 വർഷം സ്പിരിച്വൽ ഫാദറുമായിരുന്നു. അപ്പൊ ഞാൻ അത് കഴിഞ്ഞിട്ട് അപ്പൊ വൈസ് റെക്ടർ ആയതുകൊണ്ട് അവിടെ പിള്ളേരെ എല്ലാം നാട്ടിൽ കൊണ്ടുവന്നാണ് +2 എഴുതിക്കുന്നത്. അപ്പൊ ഇവരെ എല്ലാം നാട്ടിൽ കൊണ്ടുവരുന്നതിന്റെ ഉത്തരവാദിത്തം എൻ്റെ ആയിരുന്നു. അപ്പൊ ഞാൻ ഈ പിള്ളേരെ എല്ലാം ഞാൻ കുജയൻ രൂപതയ്ക്ക് ഒരു ഹൗസ് ഉണ്ട് പൂവർണിയിൽ. അവിടെ ഞാൻ പിള്ളേരെ കൊണ്ട് നിർത്തും. അവിടെ പരീക്ഷയൊക്കെ പോയി എഴുതും. പരീക്ഷയെല്ലാം എഴുതിയിട്ട് ഇവരെല്ലാം അങ്ങനെ വീട്ടിൽ പോകും. അങ്ങനെയാണ്. അപ്പൊ ഈ പരീക്ഷയെല്ലാം കഴിഞ്ഞിട്ട് പിള്ളേർ വീട്ടിലോട്ട് പോയി. അപ്പൊ ഞാൻ മാത്രമേ ഉള്ളൂ പൂർണ്ണിയിലെ ഹൗസിൽ. ഉടനെ ഉജ്ജയിനിൽ നിന്ന് അച്ഛന്മാർ വന്നിട്ടുണ്ട്, വെക്കേഷൻ വന്നവരുണ്ട്. എടാ നീ എവിടെയാണെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പൂർണ്ണി ഹൗസിലുണ്ട്. അന്ന് വൈകിട്ട് ഞങ്ങളും കൂടെ അങ്ങോട്ട് വരുവാന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടെ ഞങ്ങൾ 3 അച്ഛന്മാർ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു. അപ്പൊ ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത് ചോദിച്ചു. ഞാൻ പറഞ്ഞു നമുക്ക് അരുവിത്രയിൽ വെടിക്കെട്ട് നടക്കുന്നുണ്ട്, നമുക്കൊന്ന് കാണാൻ പോവാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 3 അച്ഛന്മാര് അരുവിത്രയിലെ വെടിക്കെട്ട് കാണാൻ വേണ്ടിയിട്ട് അങ്ങ് പോയി. ചെറുതായിട്ട് മഴയൊക്കെ തോളുന്നുണ്ട്. അപ്പൊ മഴയൊക്കെ തോന്നുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇതിന്റെ 2 സെറ്റ് കഴിഞ്ഞായിരുന്നു. 3ാമത്തെ സെറ്റിന് സമയമായപ്പോഴാണ് ഞങ്ങൾ ചെല്ലുന്നത്. ഞങ്ങൾ ഇതെല്ലാം കണ്ടു. ഇതെല്ലാം നടന്നു കണ്ടു കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഈ ഒരു പോലീസുകാരൻ വിസിലൂതി ഞങ്ങളോട് പറഞ്ഞു, ഇനി മുന്നോട്ട് പോകരുത്, ഇവിടെ നിന്നോളാൻ പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ഏറ്റവും മുന്നേ തന്നെ വെടിക്കെട്ട് കാണാൻ ഏറ്റവും മുന്നേ തന്നെ സ്ഥാനം പിടിച്ചു. ഞാനും 2 അച്ഛന്മാരും കൂടെ സ്ഥാനം പിടിച്ചു. ഒരു 10 സെക്കൻഡ് കഴിഞ്ഞപ്പോഴത്തെ ഒരു 8-10 പിള്ളേരും കൂടെ വന്ന് ഞങ്ങളുടെ മുന്നേ സ്ഥാനം പിടിച്ചു. അപ്പൊ എൻ്റെ ഈ സൈഡിൽ നിന്ന് അച്ഛനൊന്നും കാണാൻ പറ്റാത്ത കാരണം അച്ഛൻ അപ്പുറത്തെ സൈഡിലോട്ട് പോയി. അതൊരു 30 സെക്കൻഡ് പോലും കഴിഞ്ഞില്ല. അതിനു മുമ്പ് ഈ അമിട്ട് അവിടുന്ന് തെറിച്ചു വന്ന് ഞങ്ങൾ നിന്ന സ്ഥലത്ത് വന്നാൽ പൊട്ടി. അപ്പൊ എന്തോ ഒരു സ്ഥാനം വന്ന് വളരെ ശക്തമായിട്ട് എൻ്റെ കാലിൽ ആഞ്ഞടിച്ചു. ഞാൻ നോക്കിയപ്പോൾ എൻ്റെ വലത് കാലിന്റെ ഈ തൊടയില് മാംസം തെറിച്ചുപോയി. എൻ്റെ ശരീരം കാല് മൊത്തം പൊള്ളിയിട്ടുണ്ട്. തുണി മുഴുവൻ കത്തിപ്പോയിട്ടുണ്ട്. അതിന്റെ തൊട്ട് മുന്നേ നിന്ന കൊച്ചിന്റെ കാല് അറ്റുപോയിട്ടുണ്ട്. ആ കൊച്ചിന്റെ കാല് റോട്ടിൽ കിടത്തുണ്ട്. എന്നിട്ട് ആ കൊച്ചിനെ എല്ലാവരും കൂടി ഇങ്ങനെ ഷോൾഡറെ പിടിച്ച് ഇങ്ങനെ ഏൽപ്പിച്ച് നിർത്തിയിട്ടുണ്ട്. അപ്പൊ ഞാൻ എൻ്റെ തൊട്ടടുത്ത അച്ഛനെ പിടിച്ചിട്ട് പറഞ്ഞു, അച്ഛൻ എനിക്ക് സീരിയസ് ആയിട്ട് പറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇത് നോക്കിയിട്ട് പറഞ്ഞു നമുക്ക് ഇപ്പൊ തന്നെ ഹോസ്പിറ്റലിലോട്ട് പോയേക്കാന്ന് പറഞ്ഞു. അപ്പൊ മറ്റേ അച്ഛനെ നോക്കിയിട്ട് കാണുന്നില്ല. അപ്പൊ ഞങ്ങൾ പിന്നെയും പേടിച്ചു. എല്ലാവരും കാർച്ചയും ബഹളവും ഒക്കെയാണ്. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ആംബുലൻസ് ഓടി വന്നു. അപ്പൊ ഈ അച്ഛന്മാരെല്ലാവരും കൂടെ എന്നെ എടുത്തോണ്ട് പോകുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു എന്നെ കൊണ്ടുപോകണ്ട, ആ കൊച്ചിനെ കൊണ്ടുപോകാൻ പറഞ്ഞു. അപ്പം എല്ലാവരും കൂടെ പിന്നെ ആ കൊച്ചിന്റെ കാലും കൂടെ ആദ്യത്തെ ആംബുലൻസ് കയറ്റി വിട്ടു. 2ാമതൊരു ആംബുലൻസ് വന്നു. അതിന്റെ ഒരു സൈഡിൽ എന്നെ കയറ്റി കിടത്തി, വേറൊരു സൈഡിൽ വേറൊരു പയ്യനെ കൂടെ കയറ്റി കിടത്തി. ഈ പയ്യൻ കിടന്ന് ഉറക്കെ കാറുന്നുണ്ട്. എൻ്റെ കാലേ വലിച്ചായ, എൻ്റെ കാല് പോയേ എന്ന് പറഞ്ഞ് കാറുന്നുണ്ട്. വളരെ സ്പീഡിൽ ആംബുലൻസ് ഓടിപ്പോവാം. അത് ഒരു വളവ് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പയ്യൻ മോളിൽ നിന്ന് താഴെ വീണു. അപ്പൊ ഞാൻ ഇവന്റെ കാലിലോട്ട് നോക്കുമ്പോൾ ഒരു അത്തിയിൽ ഷൂ മാത്രമേ ഉള്ളൂ. ഒരു തുള്ളി പോലും മാംസം ഇല്ലാതെ ഒരു കാലില് അസ്ഥി മാത്രം ഷൂ ഇട്ടിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ പോലീസുകാർ സാറേ ഇവനെ ഒന്ന് കയറ്റി കിടത്താവോന്ന് ചോദിച്ചു. അവന്റെ പോലീസുകാർ വണ്ടി നിർത്തി അവനെ കയറ്റി അവിടെ കെട്ടിവെച്ചു. പിന്നെ അങ്ങനെ ആശുപത്രിയിലോട്ട് പോയി. അപ്പൊ ഞാനിത് പറയാൻ കാരണം പരിശുദ്ധ ജപമാലയുടെ ശക്തിയെക്കുറിച്ച്, ഇത് നമ്മളെ അപകടങ്ങളിൽ നിന്ന് രക്ഷിക്കും എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാ. എൻ്റെ ഒരു പോക്കറ്റില് ഫോൺ കിടപ്പുണ്ട്. ഫോൺ വരെ അടിച്ചുപോയി. ഇപ്പുറത്തെ പോക്കറ്റിൽ ഈ വലത്ത് പോക്കറ്റിൽ ഈ ജപമാല കിടപ്പുണ്ട്. അപ്പൊ ആ സാധനം അമ്മിട്ട് വന്ന് വളരെ ശക്തമായിട്ട് എൻ്റെ കാലിലോട്ട് ഇടിച്ച് അവിടുത്തെ മാംസം കുറെ അങ്ങ് തെറിച്ചു പോയെന്നല്ലാതെ എൻ്റെ അസ്ഥികൾക്ക് ഒരു കേട് പോലും ഒന്നും സംഭവിച്ചിട്ടില്ല. അപ്പൊ ഡോക്ടേഴ്സിന് പോലും വണ്ടറായിരുന്നു ഇത് എന്തുകൊണ്ട് അസ്ഥി തുളയ്ക്കാതെ മാംസം മാത്രമേ തെറിച്ചു പോയിട്ടുള്ളൂ. അന്നേരം എനിക്കറിയാം എൻ്റെ ജപമാലയെന്ന് 2 മുത്ത് മാത്രമേ പൊട്ടിപ്പോയിട്ടുള്ളൂ. ബാക്കിയല്ല അതേപോലെയുണ്ട്. ഈ ജപമാലയുടെ ശക്തി എന്ന് പറയുന്നത് അതാ. അപ്പൊ നമ്മൾ നമ്മുടെ പരിശുദ്ധ കുർബാന കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത് പരിശുദ്ധ ജപമാല എന്നാണ്. അപ്പൊ ഈ പരിശുദ്ധ ദിവ്യകാരുണ്യ ഭക്തിയിലും പരിശുദ്ധ ജപമാലയുടെ ഭക്തിയിലും വളരാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഇത്രയും നേരം എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറയുന്നു. പ്രത്യേകമായിട്ട് എല്ലാവരെയും പരിശുദ്ധ ബലിപീഠത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.